ഓക്കെ, നമ്മളുടെ ചാപ്റ്റർ റൊട്ടേഷണൽ മോഷൻ. ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ വേഗം പറയാം. ഓർത്തിരിക്കേണ്ട ഫോർമുലകള്: പീരിയോഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം. പീരിയോഡ് ഇസിക്കൽ ടു 1 ബൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇസിക്കൽ ടു 1 ബൈ പീരിയോഡ്. റൊട്ടേഷൻ മോഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം. അടുത്ത കാര്യം, എസ് ഈക്വൽ ടു ആർ തീറ്റ. ലീനിയർ ഡിസ്പ്ലേസ്മെന്റും റേഡിയസും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ബന്ധം. എസ് ഈക്വൽ ടു ആർ തീറ്റ. അടുത്തത് പ്രധാനപ്പെട്ട സാധനം, ഒമേഗ ഇസ് ഈക്വൽ ടു, ഓർത്തിരിച്ച്, വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇതിനെ വെക്ടറായിട്ട് എഴുതുന്ന ഓർമ്മിക്കുക. വി ഈക്വൽ ടു വെക്ടർ ഒമേഗ ക്രോസ് വെക്ടർ. വെരി ഇമ്പോർട്ടന്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് ഏരിയയുടെ പോയിന്റ്. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് ഓർമ്മിക്കണം. ഇത് കിട്ടാനുള്ള വഴി എസ് എം ആർ തീറ്റയാണ്. ഒരു ചിത്രം വരയ്ക്കാനും അതിലെ ആംഗിളും ആർക്കും റേഡിയസും കാണിക്കാനും. ആർക്ക് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, റേഡിയസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ, അവർ തമ്മിലുള്ള ബന്ധം. യൂണിറ്റ് കാര്യങ്ങളൊക്കെ അറിയണം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് റേഡിയൻ, ഡയമെൻഷൻ ഫോർമുല ഇല്ല. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ദാറ്റ് ഈസ് ടൈം റേറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. യൂണിറ്റ് ടൈമില് തിരിഞ്ഞ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംഗുലാർ വെലോസിറ്റി. യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. ലീനിയർ വെലോസിറ്റി നിങ്ങൾക്കറിയാം, ഒരു സെക്കൻഡിൽ ഉണ്ടായ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അവർ തമ്മിലുള്ള ബന്ധം വി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. വെരി ഇമ്പോർട്ടന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ ആക്സിലറേഷനും ഒക്കെ ആക്സിയൽ വെക്ടേഴ്സ് ആണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. അത് ഓർമ്മയിൽ വെക്കാം. അടുത്ത സാധനം, വീണ്ടും ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോഴാണ് നമുക്ക് എ ടി ഇസ് ഈക്വൽ ടു ആർ ആൽഫ എന്ന് വന്നത്. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം, ഡി തീറ്റ ബൈ ഡി ടി ആണ് ഒമേഗ ആംഗുലാർ വെലോസിറ്റി. ഡി ഒമേഗ ബൈ ഡി ടി ആണ് നമ്മളുടെ ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ. ഏതുപോലെ ഡി എക്സ് ബൈ ഡി ടി ആണ് വെലോസിറ്റി, ഡി വി ബൈ ഡി ടി ആണ് ആക്സിലറേഷൻ. ഇതുപോലെയാണ് ഇത് എഴുതിയത്. ഈ ആക്സിലറേഷൻ ആണ് ഇവിടെ എഴുതിയ എ ടി. അപ്പൊ എ ടി ഇസിക്കൽ ടു ആർ ആൽഫ ഓർമ്മയിൽ വെക്കുക. ഇനി കൂടാണ്ട് ഒരു ആക്സിലറേഷൻ കൂടി ഉണ്ട്. ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി മാറുന്നത് കൊണ്ടുണ്ടാവുന്ന ആക്സിലറേഷൻ ആണ്. ഇനി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി മാറുന്നത് കൊണ്ടുണ്ടാവുന്ന ആക്സിലറേഷൻ ആണ്. എ ആർ ഇസിക്കൽ ടു, നമ്മൾ എഴുതിയത് ആർ ഒമേഗ സ്ക്വയർ ഉണ്ടായിരുന്നു, വി ഒമേഗ ഉണ്ടായിരുന്നു, ആൻഡ് വി സ്ക്വയർ ബൈ ആർ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ടോട്ടൽ ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ അണ്ടർഗോയിങ് റൊട്ടേഷണൽ മോഷൻ, സർക്കുലർ മോഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന ആകെ ആക്സിലറേഷൻ. ഈ രണ്ടാക്കാരും പെർപെൻഡിക്കുലേഴ്സ് ആണ്. കാരണം ഇത് ടാൻജന്റിലൂടെയാണ്, ഇത് റേഡിയസിലൂടെയാണ്. ടോട്ടൽ ആക്സിലറേഷൻ ഈസ് റൂട്ട് ഓഫ് എ ടി സ്ക്വയർ പ്ലസ് എ ആർ സ്ക്വയർ. ഇതാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇന്നലെ എഴുതി വെച്ചത്. എ ടിയുടെ സ്ഥാനത്ത് ആർ ആൽഫ സ്ക്വയർ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ആൽഫ സ്ക്വയർ പ്ലസ് എ ആറിന്റെ സ്ഥാനത്ത് ആർ ഒമേഗ സ്ക്വയർ കൊടുത്താൽ മതി, ആർ സ്ക്വയർ ഒമേഗ റൈസ് ടു 4. ഇതിനെ ഒന്നുകൂടി വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ആർ സ്ക്വയർ കോമൺ ഫാക്ടർ ആണ്, റൂട്ടിന്റെ പുറത്തേക്ക് മുമ്പ് ആർ, റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ ബാക്കിയുണ്ട്, ഇവിടെ ഒമേഗ റൈസ് ടു 4 ബാക്കിയുണ്ട്. അപ്പൊ ഇങ്ങനെ ടോട്ടൽ ആക്സിലറേഷനെ കുറിച്ച് ധാരണ ഉണ്ടാവുക. എന്ത് സർക്കുലർ മോഷൻ? നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആവും. നോൺ യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് അതുപോലെ തന്നെ ഡയറക്ഷനും മാറുന്നുണ്ട്. യൂണിഫോം സർക്കുലർ മോഷനിൽ ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ, സ്പീഡ് മാറുന്നില്ല. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ യൂണിഫോം സർക്കുലർ മോഷൻ ആണ് വരുന്നതെങ്കിൽ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് ആവുക? സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. പിന്നെയോ ആംഗുലാർ വെലോസിറ്റിയും കോൺസ്റ്റന്റ് ആണ്, ഓർമ്മയിൽ വെക്കുക. അതേ സമയത്ത് വെലോസിറ്റി വാരിയിങ് ആണ്, ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് വെലോസിറ്റി മാറും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്. മൊമെന്റം വാരിയിങ് ആണ്, മാറും. എന്ത് മൊമെന്റം? ലീനിയർ മൊമെന്റം. മറ്റേ മൊമെന്റം നമ്മൾ പറയാൻ പോകുള്ളൂ. അപ്പൊ ലീനിയർ വെലോസിറ്റി, ലീനിയർ മൊമെന്റം ഒക്കെ മാറിക്കൊണ്ടിരിക്കും യൂണിഫോം സർക്കുലർ മോഷനിൽ. ആക്സിലറേഷൻ ചോദിച്ചാലോ, ഇവിടെയുള്ള ആക്സിലറേഷൻ ഏതാ? യൂണിഫോം സർക്കുലർ മോഷനിൽ ഒരേ ഒരു ആക്സിലറേഷൻ ഉള്ളൂ, അത് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ റേഡിയൽ ആക്സിലറേഷൻ ആണ്. ഇറ്റ് ഈസ് ചേഞ്ചിങ്. എന്താ ചേഞ്ച് ചെയ്യാൻ കാരണം? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യില്ല, പക്ഷെ ഡയറക്ഷൻ എപ്പോഴും സെന്ററിലേക്ക് എന്നുള്ളത് ഇങ്ങനെ ആ സെന്ററിലേക്കുള്ള എറോ മാർക്കുകൾ ഇങ്ങനെ മാറി വരുന്നതുകൊണ്ട് ഡയറക്ഷൻ മാറും, പക്ഷെ മാഗ്നിറ്റ്യൂഡ് സെയിം. ഇതാണ് യൂണിഫോം സർക്കുലർ മോഷൻ. സ്പീഡ് സെയിം, ആംഗുലാർ വെലോസിറ്റി സെയിം, പക്ഷെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് റേഡിയൽ ആക്സിലറേഷൻ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ ആർ ഒമേഗ സ്ക്വയർ വി ഒമേഗ വി സ്ക്വയർ ബൈ ആർ കോൺസ്റ്റന്റ് ആണ്. കാരണം വിയും ഒമേഗ ആർ ഒന്നും മാറുന്നില്ല, പക്ഷെ ഡയറക്ഷൻ മാറും.
തുടർച്ചയായിട്ട് അത് സെന്ററിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് ഡയറക്ഷൻ മാറുന്നുണ്ട്. സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ലീനിയർ മൊമെന്റം കാരണം എന്താ, വെലോസിറ്റി തുടർച്ചയായിട്ട് മാറുന്നുണ്ട്, ഡയറക്ഷൻ മാറുന്നുണ്ട്. അതുകൊണ്ട് ലീനിയർ മൊമെന്റവും അതിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ട് ഇരിക്കുന്നതായിരിക്കും. ഇതാണ് യൂണിഫോം സർക്കുലർ മോഷൻ. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ സ്പീഡും മാറും, ആംഗുലർ വെലോസിറ്റി മാറും, ലീനിയർ മൊമെന്റും മാറും, വെലോസിറ്റി മാറും, ആക്സിലറേഷൻ ഇത് കൂടാതെ ഒരു ആക്സിലറേഷൻ കൂടി ഉണ്ടാവും. അതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. കണ്ടുപിടിക്കാൻ ഫോർമുല ആർ ആൽഫ. ഇതിൽ ആൽഫ എന്ന് പറയുന്ന ആള് എന്താണ്, ആംഗുലർ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഇത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയറിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എടുത്തത്. ഇതൊരു രത്ന ചുരുക്കമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ബൈ ഹാർട്ട് പഠിക്കേണ്ട കുറച്ച് ഫോർമുലകൾ ഞാൻ അതിൽ ഒന്നും ഒഴിവാക്കാണ്ട് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇനി അതിന് ആൻസർ ചെയ്യാം. ഇപ്പൊ നമ്മൾ എത്തിയത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയിലാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. റൊട്ടേഷണൽ മോഷനിലെ ഇനേർഷ്യയെ കാണിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. രണ്ട് കാര്യങ്ങളേക്കാണ് ബന്ധം ഉണ്ടാവുക. ഒന്ന് ആ വസ്തുവിന്റെ അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ മാസിനായിട്ട്, രണ്ട് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ദൂരത്തിനായിട്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ ഫോർമുല എഴുതി വെച്ചു. I is equal to mk square. ഞാനത് അവസാനം എഴുതിയ ഫോർമുലയിലേക്ക് പോയതാണ്. Where m is mass of the rigid body. ഇപ്പൊ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആയി റിജിഡ് ബോഡി ആയി. അപ്പൊ ഒരു പാർട്ടിക്കിളിന് പകരം ഒരു റിജിഡ് ബോഡി ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഫോർമുല mk square. Where m is mass of the body and k is ഇന്നലെ പറഞ്ഞു നിർത്തിയ സ്ഥലം, where k is called radius of gyration. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഇറ്റ് ഈസ് ദ perpendicular distance എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എവിടേക്ക്, ടു ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് assumed to be concentrated, that is center of mass, without any change in moment of inertia. ആ വസ്തുവിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് മാറ്റം വരാത്ത രൂപത്തിൽ ആ വസ്തുവിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന പോയിന്റ് ആയിട്ടുള്ള സെന്റർ ഓഫ് മാസിലേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വസ്തു തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്സിസിൽ നിന്നുള്ള കുറഞ്ഞ ദൂരം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പൊ കെ ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്കിൽ, എം ആണ് ആ വസ്തുവിന്റെ റിജിഡ് ബോഡിയുടെ മാസ് എങ്കിൽ, അയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇമ്പോർട്ടന്റ് ഫോർമുല എം കെ സ്ക്വയർ. ഇതാണ് നമ്മൾ പറഞ്ഞെത്തിയത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സിഗ്നിഫിക്കൻസ് റൊട്ടേഷണൽ മോഷനിലെ ഇനേർഷ്യയെ കാണിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും. രണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്? ഒന്ന് മാസ് ഓഫ് ദ ബോഡി, രണ്ട് ഡിസ്റ്റൻസ് ഓഫ് ദ ബോഡി അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഏത് റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏത് ആക്സിസിനനുസരിച്ചും കണ്ടുപിടിക്കാൻ റെഗുലർ ഷേപ്പുള്ള ബോഡി ആണെങ്കിൽ, റെഗുലർ ഷേപ്പുള്ള ബോഡികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് റിങ്, ഡിസ്ക്, സ്ഫിയർ, സിലിണ്ടർ, റോഡ് മുതലായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ, അവരൊക്കെ റിജിഡ് ബോഡി ആണെങ്കിൽ, അവരൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് അവരുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏത് ആക്സിസിനനുസരിച്ചും കണ്ടുപിടിക്കാനുള്ള രണ്ട് തിയറങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്ക് ഞാനിപ്പോ ഈ പറയുന്ന ഒരു 3/4 മണിക്കൂറിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷനിൽ ഉണ്ടാവും. തിയറംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോക്കസ് ഏരിയ ഇല്ലാത്ത കാലത്തും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമാണ്. ഈ അവസാനം 2020 മാർച്ചിൽ 4 മാർക്കാണ് ഈ ഒരൊറ്റ ടോപ്പിക് എന്ന് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഫോക്കസ് ഏരിയയും കൂടി ആയതുകൊണ്ട് ആ 4 മാർക്കും കൂടും, 5 മാർക്കിന്റെ മുകളിലല്ലാതെ കുറയില്ല. അപ്പൊ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് പഠിച്ച ഭാഗമാണ്, അറിഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ഒന്നുകൂടി റിവിഷൻ പോലെ നിങ്ങളൊപ്പം പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് തിയറങ്ങൾ എന്തിനാണ് തിയറങ്ങൾ? റെഗുലർ ഷേപ്പുള്ള ബോഡികളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പലതരത്തിലുള്ള ആക്സിസിനനുസരിച്ച് കണ്ടുപിടിക്കാൻ രണ്ട് തിയറങ്ങൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ തിയറം പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം ഞാൻ പഠിപ്പിക്കുന്നതിന്റെ ഒപ്പം നിങ്ങൾ എഴുതി റഫ് ബുക്കിൽ എഴുതി പഠിക്കുക. എന്താണ് പാരലൽ ആക്സിസ് തിയറം? ശ്രദ്ധിക്കാം. ഞാൻ ഏതെങ്കിലും ഒരു വസ്തുവിനെ വിചാരിക്കുന്നു. ദിസ് ഈസ് എ റിജിഡ് ബോഡി, എനി ഷേപ്പ്. അതിന്റെ ടോട്ടൽ മാസ് ഈസ് ക്യാപിറ്റൽ എം. അതിനൊരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. ഇതാണ് ആ സെന്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കുക. നമുക്ക് ഈ ആക്സിസിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആക്സിസിന്റെ പേര് CD എന്നാണ്. ഞാൻ ഏതോ ഒരു ആക്സിസ് വരച്ചു, എവിടെയോ ആക്സിസ്, ഉള്ളിലോ പുറത്തോ എവിടെയാണെങ്കിൽ ആയിക്കോട്ടെ. ഈ ആക്സിസിനനുസരിച്ചാണ് ഈ വസ്തു തിരിയാൻ പോകുന്നത്. അപ്പൊ CD എന്ന് പറയുന്ന ഈ ആക്സിസിനനുസരിച്ച് ക്യാപിറ്റൽ M മാസുള്ള ഈ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണണം. അതിനു വേണ്ടിയിട്ട് ഈ CD എന്ന് പറയുന്ന ആക്സിസിന് നമ്മൾ കണ്ടുപിടിക്കേണ്ട മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയേണ്ട ആക്സിസിന് പാരലലായി, അതായത് CDക്ക് പാരലലായി ഈ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് കൂടെ, ഇതാണ് സെന്റർ ഓഫ് മാസ്, ദിസ് ഈസ് CM.
സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിനെ സങ്കല്പിക്കുക. ഇതിന് പാരലൽ ആയിരിക്കണം, സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യണം. അപ്പൊ ഇതിന് പാരലായി ഈ സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്ത ആക്സിസ് ആണ് എ ബി. അപ്പൊ എ ബി ഈസ് എ പാരലൽ ആക്സിസ് ടു സി ഡി പാസിംഗ് ത്രൂ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി. അപ്പൊ ഈ സി ഡി എന്നുള്ള ആക്സിസ് ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. അപ്പൊ ആ വരച്ച ആക്സിസിനൊക്കെ പാരലായിട്ട് നിങ്ങൾക്ക് ഒരു ആക്സിസിനെ സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്നതായിട്ടും സങ്കല്പിക്കാൻ സാധിക്കും. ഇനി നമ്മൾ എഴുതാൻ പോവാണ് പാരലൽ ആക്സിസ് തിയറം. ഫോർമുല ആദ്യം ഓർമ്മിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് കണ്ടുപിടിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ബോഡി അബൌട്ട് ദിസ് ആക്സിസ് സി ഡി. സോ ഐ സി ഡി എന്ന് എഴുതാം. ഈക്വൽ ടു, അതിനറിയേണ്ടത് ഇതിന് പാരലായി എന്നാൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, അതായത് ഐ എ ബി, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ബോഡി അബൌട്ട് ആക്സിസ് എ ബി. എ ബി ആരാണ്? സി ഡിക്ക് പാരലാണ്, സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് അറിയണം. അങ്ങനെയാണെങ്കിൽ പ്ലസ് ഇനി ഒരു സാധനം കൂടി, ആ വസ്തുവിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഈ രണ്ട് ആക്സിസുകൾക്കിടയ്ക്കുള്ള കുറഞ്ഞ ദൂരം എ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബി ആൻഡ് സി ഡി, ഏറ്റവും കുറഞ്ഞ ദൂരം ചിരിച്ചളക്കരുത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എ ആണെങ്കിൽ ഉത്തരം ഇതാണ്. ഓർമ്മിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റിയില്ലെങ്കിലും ചിത്രം വരയ്ക്കുക, ഫോർമുല എഴുതുക. ചിത്രത്തിൽ കാണണം ആരാണ് സി ഡി എന്ന് കാണണം, ആരാണ് എ ബി എന്ന് കാണണം, എന്താണ് എം എന്ന് കാണണം, എന്താണ് ഈ ആക്സിസുകൾക്കിടയ്ക്കുള്ള ദൂരം എന്ന് കാണണം. ഇതിൽ പറഞ്ഞ അക്ഷരങ്ങളൊക്കെ ഈ ചിത്രത്തിൽ ഉണ്ടാവും. അപ്പൊ സി ഡി എന്ന് പറയുന്ന ആക്സിസിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ സി ഡി, എ ബി എന്ന് പറയുന്ന സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന സി ഡിക്ക് പാരലൽ ആയിട്ടുള്ള ആക്സിസിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ എ ബി, എം എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ മാസ്, എ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഈ രണ്ട് ആക്സിസുകൾക്കിടയ്ക്കുള്ള ദൂരം. അങ്ങനെയാണെങ്കിൽ ഐ സി ഡി ഇസ് ഈക്വൽ ടു ഐ എ ബി പ്ലസ് എം എ സ്ക്വയർ. ദിസ് ഈസ് പാരലൽ ആക്സിസ് തിയറം. അപ്പൊ രണ്ട് പാരലൽ ആക്സിസുകൾ തമ്മിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യകൾ കമ്പയർ ചെയ്യുന്ന തിയറമാണ്. ഓക്കെ, അപ്പൊ ഒരു വാചകം എഴുതാൻ പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിജിഡ് ബോഡി അബൌട്ട് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു sum of moment of inertia of the body about a parallel axis passing through the center of mass and product of mass of the body and the square of the distance between the two axes. വാചകത്തിന് നീളം കൂടുതലായതുകൊണ്ട് തെറ്റാനുള്ള സാധ്യത ഉണ്ട്. അവിടെ സം ഓഫ് പറയുന്നുണ്ട്, പ്രൊഡക്റ്റ് ഓഫ് പറയുന്നുണ്ട്, സ്ക്വയർ ഓഫ് പറയുന്നുണ്ട്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് മിസ്സായാൽ അർത്ഥം പോവും, മാർക്കും പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് സേഫായി ചെയ്യാൻ നല്ലത് നിങ്ങളൊരു ചിത്രം മനസ്സിലാക്കി വരയ്ക്കുക, അതനുസരിച്ച് ഇക്വേഷൻ എഴുതുക. ഇതായിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള വഴി ചിത്രം വരയ്ക്കുക, വസ്തുവിന്റെ മാസ് അവിടെ കാണിക്കുക, സെന്റർ ഓഫ് മാസ് കാണിക്കുക, ഏതെങ്കിലും ഒരു സി ഡി വരയ്ക്കുക ആക്സിസ് ആയിട്ട്, അതിന് പാരലായിട്ട് എ ബി സെന്റർ ഓഫ് മാസ് കൂടെ വരയ്ക്കുക, ഇടയ്ക്കുള്ള ദൂരം എയും കാണിക്കുക, ഇക്വേഷൻ എടുത്തിരുത്. അപ്പൊ 2 മാർക്ക് വരെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പാരലൽ ആക്സിസ് തിയറത്തിന് കിട്ടും. ഇനി നമ്മൾ ആവശ്യം ഇതൊക്കെ പല സ്ഥലത്ത് അപ്ലിക്കേഷൻ ചെയ്യലാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഗുണം മനസ്സിലാവും. ഇപ്പൊ തൽക്കാലം രണ്ടാമത്തെ തിയറത്തിലേക്ക് പോവുക, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇതിന്റെ ഒന്നും പ്രൂഫ് തൽക്കാലം നിങ്ങൾ പഠിക്കേണ്ടതില്ല. പുസ്തകത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ഇതിന്റെ പ്രൂഫൊക്കെ കാണും. തൽക്കാലം നമുക്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം ഓർമ്മിച്ചു പോകാം. അതിന്റെ അപ്ലിക്കേഷൻ ആണ് നമുക്ക് പ്രധാനം. ഓക്കെ, അപ്പൊ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പൊ ആക്സിസുകൾ എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആക്സിസുകളാണ്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. വീണ്ടും നമ്മൾ പറഞ്ഞ ഒരു വസ്തു, ഇപ്പൊ സെന്റർ ഓഫ് മാസ് ഒന്നും ഇതിന് പ്രാധാന്യമില്ല. നേരത്തെ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ വസ്തുവിന്റെ സെന്റർ ഓഫ് മാസിന് പ്രാധാന്യം. ഇപ്പൊ അതൊന്നുമില്ല. നമുക്ക് ഏതോ ഒരു റിജിഡ് ബോഡി ഉണ്ട്. ആ റിജിഡ് ബോഡി ഇരിക്കുന്ന പ്ലെയിൻ XY പ്ലെയിൻ ആണെന്ന് കരുതുക. അതായത് ഈ ബോർഡ് XY പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ XY പ്ലെയിനിൽ ഇരിക്കുന്ന സമയത്ത് ഏതോ ഒരു പോയിന്റ്, ഇതിൽ എവിടെയോ ഒരു പോയിന്റ്, ഈ പോയിന്റ് സെന്റർ ഓഫ് മാസ് ആണെന്നൊന്നുമില്ല. നേരത്തെ സെന്റർ ഓഫ് മാസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഈ പ്ലെയിനിലുള്ള 2 പെർപെൻഡിക്കുലർ ആക്സിസുകൾ, ഒന്ന് എക്സ് ആക്സിസ്, ഓക്കെ, എക്സ് ആക്സിസ്, 2 അതേ പ്ലെയിനിൽ തന്നെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്, ഇതിനെന്താ വിളിക്കുക? Y ആക്സിസ്. അപ്പൊ ഇത് XY പ്ലെയിൻ ആണെന്ന് മനസ്സിലാക്കുക. XY പ്ലെയിനിലാണ് ഈ ബോഡി ഇരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ ഈ സെന്റർ എന്നില്ല, ഏതോ ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന 2 പെർപെൻഡിക്കുലർ ആക്സിസുകളാണ് X ആക്സിസും Y ആക്സിസും. സ്വാഭാവികമായിട്ടും ഈ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന മൂന്നാമത്തെ പെർപെൻഡിക്കുലർ ആക്സിസ് ഇങ്ങനെ ഇരിക്കുന്നില്ല, അല്ലെ? ഇത് ഈ വസ്തുവിനെ തുളച്ചു പോകും. അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അതായത് എക്സിനും വൈനും പെർപെൻഡിക്കുലർ ആണ് ഈ ആക്സിസ്. ഈ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് സെഡ് ആക്സിസ്. അപ്പോ ഈ ബോഡിയുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയി നേരത്തെ 2 ആക്സിസുകളും കടന്നു പോയിരുന്ന അതേ പോയിന്റിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ തൽക്കാലം നമുക്ക് ഡോട്ട് ഇട്ട് കാണിക്കാം. ബോർഡിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് വേറെ വഴിയില്ല. സോ ദിസ് ആക്സിസ് ഈസ് കോൾഡ് സെഡ് ആക്സിസ്. അപ്പൊ XY പ്ലെയിനിൽ ഇരിക്കുന്ന ബോഡി
ഏതോ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസുകളാണ് എക്സും വൈയും ബോഡിയുടെ പ്ലെയിനില്. ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ബോഡിയുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയ, നേരത്തെ പറഞ്ഞ എക്സിനും വൈനും പെർപെൻഡിക്കുലർ ആയ ആക്സിസ് ആണ് സെഡ് ആക്സിസ് എങ്കിൽ ഇതിന് 3 തരത്തിൽ തിരിയാം. അങ്ങനെയാണെങ്കിൽ സെഡ് ആക്സിസിനനുസരിച്ച് തിരിഞ്ഞാലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ സമം എക്സ് ആക്സിസിനനുസരിച്ച് തിരിഞ്ഞാലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് വൈ ആക്സിസിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. Moment of inertia of the body about z axis is equal to sum of moment of inertia of the body about x axis and y axis. പറയണം പ്രത്യേകം, എക്സ് വൈ പ്ലെയിനിലാണ് ബോഡി ഇരിക്കുന്നത്, സെഡ് ആക്സിസ് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ഞാൻ വേണമെങ്കിൽ ആ കാര്യം ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ആ ബോഡി എന്ന് വിചാരിക്കുക, ഈ ബുക്കാണ് ഈ ബോഡി എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ബോഡി 3 തരത്തിൽ തിരിയും. ഒന്ന് എക്സ് ആക്സിസ്, ഇപ്പൊ ഞാൻ വരച്ച പ്രകാരമാണെങ്കിൽ ദിസ് ഈസ് എക്സ് ആക്സിസ്, ഈ പേന വെച്ചതാണ് എക്സ് ആക്സിസ്. ഈ ആക്സിസിനനുസരിച്ച് തിരിയാന്ന് പറഞ്ഞാൽ എങ്ങനെയാവും? ഈ ആക്സിസിനനുസരിച്ച് തിരിയാം കേട്ടോ, ആലോചിക്കാം എങ്ങനെയാ തിരിയാം. ഈ റൊട്ടേഷൻ ആണ് ഇപ്പൊ എക്സ് ആക്സിസിനനുസരിച്ചുള്ള തിരിയൽ. ഓക്കെ, ഇനി ഇതാണ് വൈ ആക്സിസ്. അപ്പൊ എക്സ് വൈ പ്ലെയിനിലാണ് ഇരിക്കുന്നത്, ഈ ബോഡിയുടെ പ്ലെയിനാണ്. ഇതും എക്സ് ആക്സിസും ഈ ബോഡിയുടെ പ്ലെയിനിലാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇപ്പൊ വെച്ച പേനയും വൈ ആക്സിസും ഈ ബോഡിയുടെ പ്ലെയിനിൽ ഉള്ളത് തന്നെയാണ്. പക്ഷെ അവർ പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ഈ ആക്സിസിനനുസരിച്ചാണ് തിരിയണമെങ്കിലോ, ഈ പേനയ്ക്കനുസരിച്ച്, ഈ വൈ ആക്സിസിനനുസരിച്ചാണ് തിരിയണമെങ്കിൽ എങ്ങനെ തിരിയാതാ? നേരത്തെ തിരിച്ചിലല്ല, ഈ തിരിച്ചിൽ. ഓക്കെ, സോ ഈ റൊട്ടേഷൻ അപ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യാണ് ഐ വൈ. നേരത്തെ നമ്മൾ എക്സ് ആക്സിസ് ഇങ്ങനെയാണ്, അപ്പോൾ ഉള്ള തിരിച്ചിൽ ഇങ്ങനെയാണ്. ഈ തിരിയലിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യാണ് ഐ എക്സ്. അപ്പൊ ഈ ബോഡിയുടെ പ്ലെയിനിലുള്ള 2 ആക്സിസുകളായിട്ടുള്ള പെർപെൻഡിക്കുലർ ആക്സിസുകളായിട്ടുള്ള എക്സിനനുസരിച്ചും വൈനനുസരിച്ചും ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യകളാണ് ഐ എക്സും ഐ വൈയും. ഇനി അതേ പോയിന്റ് കൂടെ തന്നെ എക്സ് കടന്നു പോയെന്ന പോയിന്റും വൈ കടന്നു പോയിന്റും കൂടി കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് കൂടെ തന്നെ കടന്നു പോകുന്ന 3ാമത്തെ ആക്സിസ് അത് അങ്ങനെ നിൽക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ സെഡ് ആക്സിസ്. ഈ പുസ്തകത്തിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ഈ ആക്സിസിനനുസരിച്ച് തിരിയാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈ സെഡ് ആക്സിസിനനുസരിച്ച് തിരിയാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈ തിരിച്ചിൽ, നേരത്തെ 2 തിരിച്ചിലും അല്ല, ഈ തിരിച്ചിൽ വേറെ തിരിച്ചില്ല. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന പോലെ അല്ലെ, കാറിന്റെ സ്റ്റിയറിംഗ് തിരിക്കുന്ന ഇങ്ങനെയല്ലേ? ദാറ്റ് ഈസ് അബൌട്ട് സെഡ് ആക്സിസ്. അപ്പൊ അങ്ങനെ തിരിയുമ്പോൾ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് ഐസെറ്റ്. ഇപ്പൊ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഐസെറ്റ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. അപ്പൊ നിങ്ങൾ ആ തിരിക്കുന്ന ചിത്രം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക. സെഡ് ആക്സിസ് ബോഡിയുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രത്യേകം പറയണം. ഇക്വേഷൻ എഴുതിയാൽ മതി, വേറെ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്നും പോകണ്ട. ഞങ്ങൾ ഇക്വേഷൻ നോക്കി ചിത്രം നോക്കി കാര്യം കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനും 1 അല്ലെങ്കിൽ 2 മാർക്കായിരിക്കും സ്റ്റേറ്റ്മെന്റിന് ഉണ്ടാവുക. അപ്പൊ പെർപെൻഡിക്കുലർ ആക്സിസുകൾക്ക് അനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻ ആണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പാരലൽ ആക്സുകൾക്ക് അനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യകൾ തമ്മിലുള്ള റിലേഷൻ ആണ് പാരലൽ ആക്സിസ് തിയറം. അപ്പൊ 2 തിയറങ്ങളും നിങ്ങൾ ചിത്രസഹിതം ഇക്വേഷൻ എഴുതുക അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതുക. ഞാൻ വീണ്ടും ശുപാർശ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് അല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതാൻ സാധിച്ചാൽ എത്രയും എളുപ്പത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാതെ കിട്ടും. ഇനി നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെ 2 തിയറങ്ങൾ ഉണ്ടായത് എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാവും. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആദ്യം റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പോവാണ്. നന്നായി ശ്രദ്ധിച്ചോളണം, പരീക്ഷയ്ക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും മാറി ചോദിക്കുന്നതാണ് റിങ്ങും ഡിസ്കും സ്ഫിയറും ഒക്കെ. അപ്പൊ നോക്കുക, റിങ്ങിന്റെയും ഡിസ്കിന്റെയാണ് നമ്മൾ ഡെറിവേഷൻസ് പഠിക്കുന്നത്, മറ്റവരുടെയൊക്കെ ഫോർമുല മാത്രം അറിഞ്ഞാൽ. അപ്പൊ എന്താണ് റിങ്? ദിസ് ഈസ് എ റിങ്. ദിസ് ഈസ് എ റിങ്. ഇങ്ങനെ തന്നെ ഞാൻ ഇന്ന് കാണിക്കാറ്. ഒരു വള നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ കയ്യിലുള്ള വള ഉപയോഗിക്കുക. ആ വളയാണ് നിങ്ങൾ റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഉള്ളു പൊള്ളയാണ്. അതിന്റെ മാസ് മുഴുവൻ, റിങ്ങിന്റെ മാസ് മുഴുവൻ എവിടെയുള്ളത്? അതിന്റെ തറ്റത്ത് ആ വട്ടത്തിന്റെ മുകളിൽ മാത്രമാണ് മാസ് ഉള്ളത്, ഉള്ളിലൊന്നുമില്ല. മനസ്സിലാക്കുക, ഒരു റിങ് എന്ന് പറയുന്ന റെഗുലർ ഷേപ്പുള്ള മാസ് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവണട്ടോ, എന്നാലും നമ്മൾ അതിനെ റിംഗ് ആയിട്ട് കൂട്ടുള്ളൂ. ചില ഭാഗത്ത് വണ്ണം കൂടുതലും ചില ഭാഗത്ത് വണ്ണം കുറവാൻ പാടില്ല. അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ അതിന്റെ സെന്ററിലാണ്. അപ്പൊ റിങ്ങിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ, അതായത് അവിടെ മാസമൊന്നുമില്ല, ഉൾഭാഗത്താണ് സെന്റർ, അവിടെ മാസമൊന്നുമില്ല. അവിടെയാണ് ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം പണ്ട് ചോദിക്കാറുണ്ട്, സെന്റർ ഓഫ് മാസ് വസ്തുവിന്റെ മുകളിൽ തന്നെ ആകണമെന്നുണ്ടോ? നിർബന്ധമില്ല. റിങ്ങിന്റെ കേസിൽ വസ്തു ഇരിക്കുന്നത്, വസ്തുവിന്റെ മാസ് മുഴുവൻ ഇരിക്കുന്നതൊക്കെ ഈ സർക്കംഫറൻസിൽ മാത്രമാണ്. പക്ഷെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത് ഇവിടെ ഉള്ളിലാണ്. ഉള്ളിൽ വസ്തു തന്നെ ഇല്ല, ഒരു പാർട്ടിക്കിളും ഇല്ല, മാസും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് സെന്റർ ഓഫ് മാസ് വസ്തുവിന്റെ സർഫസിൽ തന്നെ ആകണം എന്ന് നിർബന്ധം ഇല്ല. അതിനൊരു എക്സാമ്പിൾ ആണ് റിങ്. റിങ്ങിന്റെ മാസ് മുഴുവൻ സർഫസിലാണ്, പക്ഷെ അതിന്റെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത് അതിന്റെ ഉള്ളിലെ സെന്ററിലാണ്, അവിടെ മാസ് ഒന്നുമില്ല. അപ്പൊ ഈ റിങ്ങിന്റെ സെന്റർ ഓഫ് മാസ് ഇതിന്റെ സെന്ററിൽ ഇവിടെയാണ്. ഈ റിങ്ങിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്.
ഈ റിങ്ങിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ആണ്. നമുക്ക് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ആറും. ഇനി നമ്മൾ പല ആക്സിസുകളെ കുറിച്ച് പറയാൻ പോകും. ആദ്യം പറയുന്ന ആക്സിസ് വീണ്ടും നിങ്ങൾ 3 ഡയമെൻഷണൽ ആയിട്ട് തന്നെ കാണണം. ബോർഡിന്റെ മുകളിൽ വരയ്ക്കുമ്പോൾ പരിമിതിയുണ്ട്. ഇതാണ് നമ്മളുടെ റിങ്, നിങ്ങളുടെ വള. നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഈ വട്ടം വരച്ചത് കേട്ടോ. ആദ്യം പറയുന്ന ആക്സിസ് അതിന്റെ സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യണം. സെന്റർ ഓഫ് മാസ് ഉള്ളിൽ നടുവില്, അതിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യണം. എന്നാൽ ഇതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആവണം. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആവണം. അപ്പൊ സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്തു, പ്ലെയിനിന് പെർപെൻഡിക്കുലർ. ഇതാണ് ആക്സിസ്. ഓക്കെ, ഇതിന്റെ വട്ടത്തിന്റെ ഉള്ളിൽ കൂടെ പോയി, നടുവ് കൂടെ പോയി, സെന്റർ ഓഫ് മാസ് കൂടെ പോയി, എന്നാൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയി. നടുവ് കൂടെ ഇഷ്ടം പോലെ ലൈനുകൾ വരയ്ക്കാൻ പറ്റും, പക്ഷെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒറ്റ ലൈനെ വരയ്ക്കാൻ പറ്റും. സോ ദിസ് ആക്സിസ് ആണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. ആ ആക്സിസിന്റെ പേര്, അപ്പൊ ഞാൻ അതിനെ ഒന്ന് ഡോട്ട് ഇട്ട് കാണിക്കാം. കാരണം പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ബോർഡിന്റെ മുകളിൽ വരയ്ക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഈ വരച്ചത്. ലെറ്റ് ഇറ്റ് ബി എ ബി. അപ്പൊ ഇങ്ങനെയാണ് ഈ ആക്സിസ് ഇരിക്കുന്നത് സങ്കല്പിക്കുക. ഈ ആക്സിസിൽ നിന്ന് അപ്പോ ഈ പോയിന്റുകളിലേക്കൊക്കെ ഉള്ള ദൂരത്തിലായിരിക്കും, ഇവിടേക്കും ഉള്ള ദൂരത്തിലായിരിക്കും. ഈ റിങ്ങിന്റെ സർഫസിലേക്കുള്ള ദൂരത്തിലായിരിക്കും. ഓക്കെ, റേഡിയസ് ആണ്. അത് മനസ്സിലാക്കണം. ഇങ്ങനെ വരച്ചാൽ അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇമാജിൻ ചെയ്യാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് നമ്മളുടെ ആക്സിസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ആക്സിസിൽ നിന്ന് ഇതിന്റെ മുകളിലുള്ള എല്ലാ പാർട്ടിക്കിൾസിലുള്ള ദൂരം സെയിം ആണ്, ക്യാപിറ്റൽ ആർ ആണ്. നമുക്ക് ഇതിന്റെയൊക്കെ മാസുകൾ വിചാരിക്കാം. M1 M2 ഒക്കെ സെയിം ആയിരിക്കും, എന്നാലും എത്രയും വിചാരിക്കാം, M3 ഒക്കെ അങ്ങനെ. ഇവർക്കൊക്കെ ഉള്ള ദൂരം ഈ സെന്റർ ഓഫ് മാസ് നിന്ന്, അതായത് ആക്സിസ് എന്നുള്ള ദൂരം ക്യാപിറ്റൽ ആർ ആണ്, റേഡിയസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ മൊമെന്റ് ഓഫ് ഇനേർഷ്യകൾ കൂട്ടിയാൽ നമുക്ക് IAB കിട്ടും. IAB is equal to ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ M1 into ആക്സിസ് എന്നുള്ള ദൂരം ക്യാപിറ്റൽ ആർ, M1 R സ്ക്വയർ. ഫോർമുല മാസ് ഇൻറ്റു ആക്സിസ് എന്നുള്ള ദൂരത്തിന്റെ സ്ക്വയർ, പ്ലസ് രണ്ടാമത്തെ പാർട്ടികളുടെ കൂട്ടാണ്ട് M2 into R സ്ക്വയർ, പ്ലസ് മൂന്നാമത്തെ പാർട്ടികളുടെ കൂട്ടാണ്ട് M3 into R സ്ക്വയർ. അപ്പൊ അവള് ഈ റിജിഡ് ബോഡി ആയിട്ടുള്ള റിങ്ങിനെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ളതായിട്ട് വിചാരിച്ചു. അതൊക്കെ ഇങ്ങനെ പാർട്ടിക്കിൾസ് ആണ്. ഈ പാർട്ടിക്കിൾസ് മുഴുവൻ എന്താണ്, ഈ ആക്സിസിൽ നിന്ന്, ഇപ്പൊ പറഞ്ഞ ആക്സിസിൽ നിന്ന്, ഏരിയയിൽ നിന്ന് 6 ദൂരത്താണ്, അതായത് റേഡിയസിലാണ്. സോ അവരുടെയൊക്കെ മൊമെന്റ് ഓഫ് ഇനർഷ്യകൾ കൂടി കൂട്ടുക, എക്സെട്ര. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര ഓൾ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ കോമൺ ഫാക്ടർ മൾട്ടിപ്ലൈ. വാട്ട് ഈസ് M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സെട്ര? ഈ മാസുകളൊക്കെ കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? ടോട്ടൽ മാസ് ഓഫ് ദ റിംഗ് ആണ്. സോ ദാറ്റ് ഈസ് സിംപ്ലി ക്യാപിറ്റൽ M, ടോട്ടൽ മാസ് ഓഫ് ദ റിംഗ്. ബാക്കിയുള്ളത് R സ്ക്വയർ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ഫോർമുല IAB is equal to MR square. Moment of inertia of this ring rotating about this axis. ഈ ആക്സിസ് സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്തു, പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ പേന, അതായത് AB എന്ന് പറയുന്ന ഇങ്ങനെ തിരിയാം. നിങ്ങൾ വളെ ഇങ്ങനെ തിരിക്കുന്നതായിട്ട് വിചാരിക്കുക. ഇങ്ങനെ തിരിയുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് MR സ്ക്വയർ. അതായത് ഒരു വള നിങ്ങൾ ഉരുട്ടി വിട്ടാൽ, നിങ്ങൾ വള കൈമെന്ന് ഊരുക, താഴത്ത് നിലത്ത് അതിനൊന്ന് ഉരുട്ടി വിടുക, അതിങ്ങനെ ഉരുണ്ട ചക്രം തിരിഞ്ഞു പോണ പോലെ അങ്ങനെ പോകും. അപ്പൊ തിരിയുന്ന ആക്സിസ് ഏതാണെന്ന് സങ്കല്പിക്കുക. ആ ആക്സിസ് ഈ പറഞ്ഞ AB ആണ്. അതിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യുന്നതായിരിക്കും, അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഒരു ചക്രം, ഒരു സൈക്കിളിന്റെ ടയർ നിങ്ങൾക്ക് റിംഗ് ആയിട്ട് സങ്കല്പിക്കാൻ പറ്റുകയാണെങ്കിൽ, ആ റിംഗ് തിരിയുന്നത്, ആ സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തിരിയുന്നത് ഏത് ആക്സിസിനാണ്? പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയിരിക്കും. അതിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഫോർമുല MR സ്ക്വയർ, where M is mass of that ring and capital R is radius of that ring. അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ ഈ ഫോർമുലയായിട്ട് ബന്ധപ്പെടുത്തും. നമുക്കറിയാവുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എനി ആക്സിസ് MK സ്ക്വയർ ആണ്, where M is total mass of that body and K is radius of gyration about that axis. അപ്പൊ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. MR സ്ക്വയർ എന്തായിട്ട് മാറുന്നു? MK സ്ക്വയർ ആണ്. അല്ലെ, M ക്യാൻസൽ ചെയ്ത് പോയി. സോ R is equal to K. രണ്ട് ഭാഗത്ത് റൂട്ട് എടുത്താൽ R is equal to K. That is radius of gyration is equal to radius of gyration K is equal to simply radius of the ring ആണ് ഈ പറഞ്ഞ ആക്സിസിനനുസരിച്ച്. അപ്പൊ സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിനനുസരിച്ച് ഈ റിംഗിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിച്ചാൽ അതിന്റെ റേഡിയസ് തന്നെയാണ്, K is equal to R തന്നെയാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ MR സ്ക്വയർ. അപ്പൊ ഇതാണ് ആദ്യത്തെ ഡെറിവേഷൻ. ഇവിടെ നമ്മൾ തിയറങ്ങളൊന്നും ഉപയോഗിച്ചില്ല. ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഇത് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇനി തിയറങ്ങളുടെ അപ്ലിക്കേഷൻ വരാൻ പോകണം. അപ്പൊ ഈ ഫോർമുല അത് ഓർമ്മിച്ചോ, MR സ്ക്വയർ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓർമ്മിക്കുക, K is equal to R. ഇനി നമ്മൾ ഇതേ ചിത്രം തന്നെ ആക്സിസ് മാറാൻ പോവാണ്. നന്നായി ശ്രദ്ധിക്കുക. നോട്ട്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ റഫായിട്ട് പേപ്പറിൽ ഒപ്പം എഴുതിയാൽ ഇത് ഇവിടെ തന്നെ പഠിച്ചു പോകാൻ വേറെ ഒരു സമയം ചെലവാക്കണ്ട. വീണ്ടും ഞാൻ ആ റിങ്ങിനെ തന്നെ വരച്ചു. നിങ്ങൾ വീണ്ടും വരച്ചോണ്ടിരിക്കും. ഇപ്പൊ ഞാൻ അതിനെ കാണിക്കുന്ന രണ്ട് ഡയമീറ്റേഴ്സിനെ കാണിക്കാം. ഇതൊരു ഡയമീറ്ററാണ്. സെന്റർ ഓഫ് മാസ് ഇവിടെ ഇരിക്കുകയാണെ. അത് ഒരു ഡയമീറ്റർ സെന്റർ കൂടെ പാസ് ചെയ്തു. ഇതിനെ ഞാൻ വിളിക്കാൻ പോണ പേര് AB നമ്മൾ വിളിച്ചു കഴിഞ്ഞുകൊണ്ട് ഇതിനെ CD എന്ന് വിളിച്ചു. ഇനി അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഡയമീറ്റർ കൂടി ഞാൻ സങ്കല്പിച്ചു, EF.
അപ്പൊ രണ്ട് പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സിനെ സങ്കല്പിച്ചു. എത്രയോ ഡയമീറ്ററുകൾ ഉണ്ട്, എല്ലാ ഡയമീറ്ററും ഒരേപോലെ തന്നെയാണ്. ഇതിൽ ഞാൻ രണ്ടാക്കാനെ വിചാരിച്ച പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എ ബി ഇപ്പോഴും അവിടെ ഉണ്ട്, ഡോട്ട് ഇട്ട് കാണിക്കാൻ പറഞ്ഞു. എന്താ കാരണം? അത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെയാണ്. അപ്പൊ ദിസ് ഈസ് എ ബി, ദിസ് ഈസ് സി ഡി, ദിസ് ഈസ് ഇ എഫ്. അപ്പൊ ദിസ് ഈസ് എ ബി, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഇത് സെന്റർ ഓഫ് മാസ് ആണ്, അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ റിംഗ് ആണ്. എന്തായിരിക്കും നിങ്ങൾ ഇവിടെ അറിയാം? എ ബിക്ക് അനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. ഐ എ ബി നേരത്തെ നമ്മൾ ചെയ്തു, ദാറ്റ്സ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആയിരുന്നു. നമുക്കിനി കാണേണ്ടത് ഈ ഡയമീറ്ററിന് അനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. എന്തിനാ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമീറ്റേഴ്സ് എടുത്തത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ 3 ആക്സിസുകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അതില് സി ഡിയും ഇ എഫും ഈ റിംഗിന്റെ പ്ലെയിനിലാണ്. എ ബി ഡോട്ടറ്റ് വരച്ചതിന്റെ ഉദ്ദേശം അങ്ങനെ തന്നെ. എ ബി ഈ പ്ലെയിനില് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പരീക്ഷയ്ക്ക് ചോദിക്കുക, ഡയമീറ്ററിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ ഏത് തിയറം ഉപയോഗിക്കും? 1/2 മാർക്കോ 1 മാർക്കോ? അപ്പൊ നിങ്ങൾ എഴുതും പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. അത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. ഇനി അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ നമ്മൾ ഇവിടെ ആ കേസിൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഐ സെഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്നാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സും വൈയും ആരാണ്? എക്സിന്റെ സ്ഥാനത്ത് ആരാ? എക്സ് ആക്സിന്റെ സ്ഥാനത്ത് സി ഡി അല്ലെ? വൈ ആക്സിന്റെ സ്ഥാനത്ത് ആരാ? ഇ എഫ്. ചിത്രം കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. സെഡ് ആക്സിന്റെ സ്ഥാനത്ത് ആരാ? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആള് എ ബി. അപ്പൊ ഇത് ആദ്യം ഉറപ്പ് വെച്ചു. ഇനി നമുക്കത് നേരെ ഇക്വേഷനിൽ എഴുതാം. അപ്പൊ ഐ എ ബി ഈക്വൽ ടു ഐ സി ഡി പ്ലസ് ഐ ഇ എഫ്. ഇങ്ങനെ എഴുതാൻ മനസ്സിലായല്ലോ? പെർപെൻഡിക്കുലർ ആക്സസ് തിയറത്തിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എല്ലാ ഡയമീറ്ററുകളും ഒരേപോലെയാണ്. എന്തുകൊണ്ട്? റിംഗ് ഒരു സിമെട്രിക് ബോഡിയാണ്. ഇവിടെ നോക്കിയാലും റിംഗിന്റെ ഷേപ്പ് ഒരേപോലെയാണ്. അപ്പൊ എല്ലാ ഡയമീറ്റേഴ്സും ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ റിംഗ് സിമെട്രിക് ആയതുകൊണ്ട് എല്ലാ ഡയമീറ്ററിനും അനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഈക്വൽ ആണ്. അതായത് ഐ സി ഡിയും ഐ ഇ എഫും തുല്യമാണ് എന്ന് ചുരുക്കം. ഇതെന്തുകൊണ്ടാണ് എഴുതിയത്? റിംഗ് സിമെട്രിക് ആയതുകൊണ്ട്. അപ്പൊ ഐ സി ഡിയും ഐ ഇ എഫും തുല്യമാണ്. അതിന് ഐ സി ഡി നമുക്ക് തന്നെ എഴുതാം. സോ ഐ എ ബി ഇസ് ഈക്വൽ ടു, നമുക്ക് എന്താ ഇക്വേഷൻ? ഐ സി ഡിയുടെ സ്ഥാനത്ത് ഐ സി ഡി തന്നെ എഴുതി, പ്ലസ് ഐ ഇ എഫ് അത് തന്നെ എഴുതുകൊണ്ട് അതും ഐ സി ഡി തന്നെ എഴുതി. സോ ദാറ്റ്സ് ഈക്വൽ ടു 2 ഐ സി ഡി ആയി. ഓക്കെ, അപ്പോ 2 ഐ സി ഡി ഇസ് ഈക്വൽ ടു ഐ എ ബി ആയി. നമുക്ക് വേണ്ടത് ആരാ? ഐ സി ഡി ആരാ? സി ഡി അല്ലെങ്കിൽ ഐ ഇ എഫ് ഒക്കെ തന്നെ. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എനി ഡയമീറ്റർ ഇസ് ഈക്വൽ ടു ഐ എ ബി ബൈ 2. വാട്ട് ഈസ് ഐ എ ബി? ഐ എ ബി നമുക്കറിയാം എം ആർ സ്ക്വയർ ആണ്, നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. സോ ദാറ്റ്സ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2. സോ ഉത്തരം ഐ സി ഡി ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2. മൊമെന്റ് ഓഫ് ഇനർഷ്യ നേരത്തെ ഉണ്ടായിരുന്നതിന്റെ പകുതിയാണ്. നേരത്തെ എ ബി എന്ന് പറയുന്ന സെന്റർ മാസ് ഓഫ് മാസ് കൂടെ പാസ് ചെയ്ത പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന് അനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ പകുതിയാണ് ഡയമീറ്ററിന് അനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? തടസ്സം കുറഞ്ഞു. ഇനർഷ്യ കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? വേഗം വേഗം തിരിയും. അപ്പോ നേരത്തെ പറഞ്ഞ ആക്സിസ് എ ബിക്ക് അനുസരിച്ച് തിരിയുന്നതാണോ, അതോ ഇപ്പൊ പറയുന്ന സി ഡി അല്ലെങ്കിൽ ഇ എഫ് മുതലായിട്ടുള്ള ഡയമീറ്ററിനനുസരിച്ച് തിരിയുന്നതാണോ കൂടുതൽ വേഗത ഉണ്ടാവുക? കൂടുതൽ വേഗത ഇനർഷ്യ കുറയുന്നതിനാണ്. ഇനർഷ്യ എവിടെ കുറവ്? ഇപ്പൊ പറഞ്ഞ ഡയമീറ്ററിനനുസരിച്ച്. അപ്പൊ ഡയമീറ്ററിനനുസരിച്ച് തിരിയാനാണ് കൂടുതൽ സുഖം ഉണ്ടാവുക എന്ന് ചുരുക്കം. ഡയമീറ്ററിനനുസരിച്ച് എങ്ങനെ തിരിയാന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു വളമെടുത്തിട്ട് തിരിക്കുക. അപ്പൊ ഇതാണ് നമ്മളെ ഇതെങ്കിൽ ഡയമീറ്റർ. ഇപ്പൊ ഈ ഡയമീറ്ററിനനുസരിച്ച് തിരിയണമെങ്കിൽ ഇങ്ങനെ തിരിയുക, ഇങ്ങനെ തിരിയുക. ഇതൊക്കെ ഡയമീറ്ററിനനുസരിച്ചുള്ള തിരിച്ചില്ല. ഈ തിരിയലാണ് നേരത്തെ പറഞ്ഞ തിരിയുന്നതിനേക്കാൾ എളുപ്പം ഉണ്ടാവുക. എന്തുകൊണ്ടാണ്? കാരണം മൊമെന്റ് ഓഫ് ഇനർഷ്യ പകുതിയായി ചുരുങ്ങി. വെരി ഗുഡ്. അപ്പോ നമ്മളെ ഈ ഡെറിവേഷൻ, രണ്ടാമത്തെ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്ത് ഈ ഡെറിവേഷനിലേക്ക് എത്തുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാണ്. ഒന്നും ചെയ്തില്ല, നമ്മൾ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്തു. അതില് ഡയമീറ്ററിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈക്വൽ ആക്കി എഴുതി. ഇത് അങ്ങോട്ട് മാറരുത്. എ ബി ആണ് നമ്മുടെ സെഡ് ആക്സിസിന്റെ സ്ഥാനത്തുള്ള ആൾ, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അത് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പൊ ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചേക്കുക. റിംഗിന്റെ രണ്ടാമത്തെ ആക്സിസിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. ഇനി വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് പാരലൽ ആക്സസ് തിയറത്തിലേക്ക്. എന്തിനാണ് അത് പഠിച്ചത് നമുക്ക് മനസ്സിലാവും. നോക്കുക, നമ്മുടെ ആക്സസ്, ഇനി പാരലൽ ആക്സസ് തിയറം അപ്ലൈ ചെയ്യാൻ 2 കാര്യങ്ങൾ ഞാൻ പറയും. ഒന്ന്, വീണ്ടും നേരത്തെ റിംഗ് വരച്ചു. ആ റിംഗിന്റെ ഇപ്പൊ പറയാൻ പോകുന്ന ആക്സിസ് പാസിംഗ് ത്രൂ ദ എഡ്ജ്, ഇതിന് രണ്ട് കൂടെ പാസ് ചെയ്യാം. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ശ്രദ്ധിച്ചോ, പാസിംഗ് ത്രൂ ദ എഡ്ജ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. പേര് നമുക്ക് കൊടുക്കാം. സി ഡിയും ഇ എഫ് ഒക്കെ പോയതുകൊണ്ട് ഇനി ജി എച്ച്. ഏതാണ് ഈ ആക്സിസ്? പാസിംഗ് ത്രൂ എഡ്ജ്, റിംഗിന്റെ അറ്റത്ത് കൂടെ, എന്നാൽ പ്ലെയിനിലല്ല. അതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ഇട്ട് വരച്ചത്. ഇങ്ങനെ
പാസിംഗ് ത്രൂ ദ എഡ്ജ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഇതാണ് ആക്സിസ്. നമുക്കറിയാവുന്ന ആളാരാ? പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അറിയാം. ഇയാളെ അറിയാം. അപ്പൊ ഇയാളെ ഞാൻ വരയ്ക്കാൻ പോവാണേ. കണ്ടാൽ പാരലായിട്ട് തോന്നിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ വരച്ചു. ഇതാണ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്ത എന്നാൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആയിരുന്നു എ ബി. അപ്പൊ നമുക്ക് ഇയാളെ അറിയാം, ഇയാളെ കണ്ടുപിടിക്കണം. ഏത് തിയറം ഉപയോഗിക്കും? ഈ രണ്ടാൾക്കാരും പാരലാണ്. അതിൽ ഈ ആക്സിസിന് പാരലായിട്ടുള്ള എ ബി സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നിങ്ങൾക്ക് പാരലൽ ആക്സസ് തിയറം എന്ന് പരീക്ഷയ്ക്ക് എഴുതണം. എന്നിട്ട് നമ്മൾ എഴുതി വെക്കും പാരലൽ ആക്സസ് തിയറം പ്രകാരം ICD = IAB + MA² എന്നാണ് ഫോർമുല. നോക്കാം ആരാണ് ഇപ്പൊ സിഡിയുടെ സ്ഥാനത്ത്? സിഡിക്ക് പകരം ഇവിടെ ആരാ? GH ആണ്. ഓർമ്മ വെക്കാം. CD എന്ന് പറയുന്ന ആക്സിസിന് പകരം GH ആണ്. AB എന്ന് പറയുന്ന ആക്സിസിന് പകരം AB തന്നെയാണ്, മാറ്റൊന്നുമില്ല, AB ആണ്. ഇനി എമ്മിന്റെ പകരം MN, മാസ് MN. ഇനിയോ ഈ രണ്ട് ആക്സിസുകൾക്കിടയ്ക്കുള്ള ദൂരമാണ് A. എത്രയാണ്? ഈ സെന്ററിൽ നിന്ന് ഇതിന്റെ അറ്റത്തേക്കുള്ള ദൂരം, സർക്കംഫറൻസിലേക്കുള്ള ദൂരം എത്രയാ? ക്യാപിറ്റൽ ആ. സോ എന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ആ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ IGH നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈക്വൽ ടു IAB. എത്രയാ? IAB mr². IAB = എല്ലാവർക്കും അറിയാം mr². നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ പ്ലസ് m അതേപോലെ തന്നെ എഴുതി. എന്റെ പകരം വീണ്ടും r ആണ്. സോ r². സോ ആൻസർ ഈസ് 2mr². The moment of inertia of this ring about an axis passing through one end, passing through one edge and perpendicular to the plane is 2mr². തിയറം അപ്ലൈ ചെയ്തത് പാരലൽ ആക്സസ് തിയറം. സംശയം ഉണ്ടോ? ചോദിക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനെ ടാൻജന്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, പക്ഷെ ഇതല്ല ശരിക്കുള്ള ടാൻജന്റ്. ഇതും ടാൻജന്റ് തന്നെയാണ്, പക്ഷെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്. സാധാരണ നമ്മൾ പ്ലെയിനിലുള്ള ടാൻജന്റിനെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് പറയാം. ഇത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ടാൻജന്റ് ആണ്. അപ്പൊ ടാൻജന്റ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാം. എഡ്ജ് കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാലും ഇത് ചെയ്യാം. അത് ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, പാരലൽ ആക്സസ് തിയറം അപ്ലൈ ചെയ്ത വഴി ഓർമ്മിക്കും. വീണ്ടും ഒരു ആക്സിസും കൂടി ചെയ്താൽ നമ്മുടെ റിങ്ങിന്റെ പണി കഴിഞ്ഞു. ഇത് അറിഞ്ഞ കുട്ടിക്ക് ഇനി ഡിസ്കസ് എളുപ്പമായി ചെയ്യാം. ഇതുവരെ മനസ്സിലാവാത്ത ആൾക്കാർ ഇനി വരുമ്പോൾ നന്നായി ശ്രദ്ധിക്കാം. ഏതാണ് ആക്സിസ് പറയുന്നത്, ഏത് തിയറാണ് അപ്ലൈ ചെയ്യുന്നത്. വീണ്ടും നമ്മളുടെ റിംഗ് അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ആക്സിസ് ടാൻജന്റ് ആണ്. ടാൻജന്റ് നേരത്തെ തന്നെ ടാൻജന്റ് എന്ന് വിളിക്കാം, പക്ഷെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. വെറുതെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിനിന് പാരലൽ ആയിരിക്കും. നോക്കാം, ഈ പ്ലെയിനിൽ തന്നെയുള്ള ആക്സിസ് ഞാൻ കടുപ്പിച്ച് വരച്ചു. പാസിംഗ് ത്രൂ വൺ എഡ്ജ്, ഒരു എഡ്ജ് കൂടെ പാസ് ചെയ്യുന്നതിനല്ലേ ടാൻജന്റ് എന്ന് വിളിക്കാം. ആൻഡ് ഇൻ ദ പ്ലെയിൻ. ഇനി ഇൻ ദ പ്ലെയിനിൽ പറഞ്ഞില്ലെങ്കിലും അതാണ് ടാൻജന്റ്. പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ് നേരത്തെ ചെയ്തത്. പേര് കൊടുക്കാൻ മതി ആക്സിസിന്. AB പോയി, CD പോയി, EF പോയി, GH പോയി. ഇനി HI ആണ്. I നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് ഉപയോഗിക്കും. നമുക്ക് തൽക്കാലം JK എന്ന് ഉപയോഗിക്കാം. JK. അപ്പൊ ഇതാണ് ആക്സിസ്. നോക്കൂ, ഇതാണ് ആക്സിസ്. നേരത്തെ പറഞ്ഞ ആക്സിസ് ഇതായിരുന്നു. എഡ്ജ് കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരുന്നു. എഡ്ജ് കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിൽ ഉള്ളതാണ്. ഇതാണ് ടാൻജന്റ് JK. ഈ JKക്ക് പാരലാണ് നമ്മളെ ഡയമീറ്റർ അല്ലേ? ഇത് ഡയമീറ്റർ അല്ലേ പ്ലെയിനിലുള്ളത്? ഇത് സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്നതല്ലേ? അപ്പൊ സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന ഈ ടാൻജന്റിന് പാരലൽ ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഡയമീറ്റർ. ഈ ഡയമീറ്റർ നമ്മൾ പണ്ട് പേര് വിളിച്ചിട്ടുണ്ട്. ഇത് CD ആയിരുന്നു, ഇത് EF ആയിരുന്നു. അപ്പൊ നമുക്ക് തൽക്കാലം EF എന്ന് വിളിക്കാം. എന്താണ് ഈ ഡയമീറ്ററിന്റെ അവിടുന്ന് എഡ്ജിലേക്കുള്ള ദൂരം എത്രയോ? യെസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ R. വീണ്ടും പാരലൽ ആക്സസ് തിയറം അല്ലെ? സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന പാരലൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം. എത്രയാണ്? IEF നമുക്കറിയാം, നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. mr²/2 മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എനി ഡയമീറ്റർ. ഇനി നമ്മൾ ഇതിലേക്ക് വരിക. പാരലൽ ആക്സസ് തിയറം പ്രകാരം വീണ്ടും ഫോർമുല ഞാൻ എഴുതി. ICD = IAB + MA², ജനറൽ ഫോർമുല. ഇപ്പൊ സിഡിയുടെ സ്ഥാനത്ത് ആരാ? ടാൻജന്റ് ആണ്, ദാറ്റ് ഈസ് JK ആണ്. എബിയുടെ സ്ഥാനത്ത് ആരാ? ഡയമീറ്റർ ആണ്, EF ആണ്. പാരലൽ ആയിട്ട് സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്. ഓക്കെ, എമ്മിന്റെ സ്ഥാനത്ത് M തന്നെയാണ്. എന്റെ സ്ഥാനത്ത് എത്രയാ? ക്യാപിറ്റൽ ആണ്. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് ICDയുടെ പകരം നമ്മൾ IJK എന്ന് എഴുതി ഈക്വൽ ടു IABയുടെ പകരം IEF എന്ന് എഴുതും. IEF എത്രയാണ്? mr²/2. ശ്രദ്ധിക്കുക, ഞാൻ തന്നെ സ്റ്റെപ്പ് എഴുതി പോയാൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. പ്ലസ് ക്യാപിറ്റൽ M മാസ് തന്നെയാണ്, അത് അങ്ങനെ തന്നെ. എയുടെ സ്ഥാനത്ത് ദൂരം ക്യാപിറ്റൽ R ആണ്, സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു അര-mr² അര-mr² കൂടി കൂട്ടിയാൽ 1.5 mr². 1.5 എന്ന് പറഞ്ഞാൽ 3/2. 3/2 mr² IJK. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എനി ടാൻജന്റ് for the ring is 3/2 mr².
നേരത്തെ പറഞ്ഞ ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്, അത് 2mr². അപ്പൊ ഈ ആക്സിസിനനുസരിച്ചാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏറ്റവും കൂടുതൽ അല്ലെ. ഈ ആക്സിസിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ ശ്രദ്ധിക്കട്ടെ 2mr². ഈ ആക്സിസിനനുസരിച്ച് അതായത് സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് AB, അതിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അതിനേക്കാളും കുറവ് mr². ഇത് ഡയമീറ്ററിനനുസരിച്ചൊക്കെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2. ഇതിനേക്കാളും കൂടുതൽ mr²/2 കൂടുതലാണ്. അതായത് ഈ ആക്സിസിനേക്കാളും ഒക്കെ 1mr²-നേക്കാളും കൂടുതലല്ലേ 1.5mr². അപ്പൊ ഈ ആക്സിസിനേക്കാളും കൂടുതലാണ് ഈ ആക്സിസിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ ഏറ്റവും കൂടുതൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ചെയ്തതില് തൊട്ട മുമ്പ് ചെയ്ത 2mr² ആണ്. 2mr²ന്റെ പേരെന്തായിരുന്നു? ABCDEFGH അല്ലെ. GH-ന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ഏറ്റവും കൂടുതൽ IGH. ഇതിനേക്കാൾ കുറവാണ് ഇപ്പൊ പറഞ്ഞ 1.5mr², ദാറ്റ് ഈസ് IJK. വെറുതെ ഒന്ന് ഞാൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ പറയുന്ന ഓർഡറിൽ എഴുതാം. ഇതിനേക്കാൾ കുറവാണ് IAB mr². ഏറ്റവും കുറവാണ് ICD അല്ലെങ്കിൽ EF. ഇത് 2mr². കിട്ടിയ ഫോർമുലകളാണ്, പേടിക്കണ്ട. ഇത് എത്ര കിട്ടിയേ? 3/2mr², 1.5mr². 2mr², 1.5mr². ഇത് എത്ര കിട്ടിയ? IAB ആദ്യം കിട്ടിയത് 1mr². ഇത് എത്ര കിട്ടിയത്? ഡയമീറ്റർ അനുസരിച്ചുള്ളത് പകുതി mr², 1.5mr². അപ്പൊ ഇതാ ഓർഡർ. അപ്പൊ ഏറ്റവും കൂടുതൽ തിരിയാൻ ബുദ്ധിമുട്ട് ഏതാണ്? ഏറ്റവും തിരിയാൻ ബുദ്ധിമുട്ടുള്ള ആക്സസ് ഇത്, ഇങ്ങനെ വെച്ചുള്ള ആക്സസ്. രണ്ടാമത് ബുദ്ധിമുട്ടുള്ള ആക്സസ് ഇത്. മൂന്നാമത് ബുദ്ധിമുട്ടുള്ള ആക്സസ് ഇത്. ഏറ്റവും കുറവ് ബുദ്ധിമുട്ടുള്ള ആക്സസ് ഡയമീറ്റർ, കാരണം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏറ്റവും കുറവ്. ഇതാണ് ആ കാര്യം പറഞ്ഞതിന്റെ അർത്ഥം, കൺസെപ്റ്റ് മനസ്സിലുണ്ടാക്കുക. അപ്പൊ നമ്മൾ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്തത് ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ, ടാൻജന്റുകൾക്ക് അനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പാരലൽ ആക്സസ് തിയറം അപ്ലൈ ചെയ്തു. അപ്പൊ റിങ്ങിന്റെ ഇത്രയും ഫോർമുലകളെ നിങ്ങളുടെ മനസ്സിൽ വെക്കുക, കിട്ടാനുള്ള വഴികളും ഓർമ്മിക്കുക. എഴുതി പഠിക്കണം, എഴുതി പഠിക്കണം, എഴുതി പഠിക്കണം. കേൾക്കുമ്പോൾ മനസ്സിലാവും, സ്വന്തമായി എഴുതുമ്പോഴേ കുഴപ്പം മനസ്സിലാവുന്നു. അപ്പൊ റിങ് കഴിഞ്ഞു. ഇനി അടുത്ത ആള്, ഇനി ഒക്കെ എളുപ്പമാണ്. ഇത് മനസ്സിലാവാത്ത കുട്ടികൾ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ അടുത്ത ആളെ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേഗം വേഗം തുടർച്ചയായി പറഞ്ഞു പോകുന്നത്. അടുത്ത ആള് ഡിസ്ക്. റിങ്ങും ഡിസ്കും തമ്മിലുള്ള വ്യത്യാസം വേറെ ഒന്നുമില്ല. എന്താണ് റിങ്ങും ഡിസ്കും തമ്മിലുള്ള വ്യത്യാസം? ഇതിന്റെ ഉള്ളിൽ മുഴുവൻ എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പൊ നമ്മള് ഡിസ്കിന് ഉദാഹരണം പെട്ടെന്ന് പറയാൻ പറ്റുന്നത് കോയിൻ. നിങ്ങളുടെ കയ്യിലുള്ള 5 ഉറുപ്പിയുടെ നാണയം, 1 ഉറുപ്പിയുടെ നാണയം, 2 ഉറുപ്പിയുടെ നാണയമൊക്കെ കറക്റ്റ് വട്ടത്തിലുള്ളതാണ്. അതിന്റെ ഉള്ളിൽ മുഴുവൻ മാസ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അവിടെ ഇവിടെ വണ്ണം കൂടുതലും കുറവൊന്നുമില്ല. ഒരേ പോലെ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആ സാധനങ്ങൾ, കോയിനുകളൊക്കെ നമുക്ക് ഡിസ്ക് ആയിട്ട് വിളിക്കാം. കട്ടിപ്പത്തിരി, നൈസ് പത്തിരി, ഓക്കെ. പത്തിരി എന്താ ഉള്ളിലൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊരു ഡിസ്കാണ്, കട്ടിപ്പത്തിരി. നമ്മളെ പൊന്നാനിയുടെ ഒക്കെ ഏറ്റവും മാർജരിക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചായക്ക് ഉപയോഗിക്കുന്ന കട്ടിപ്പത്തിരി. മുട്ടപ്പത്തിരി അല്ല. മുട്ടപ്പത്തിരിക്ക് നടുവിൽ കുറച്ച് വണ്ണം കൂടുതൽ. അത് നമ്മളെ ഡിസ്ക് ത്രോയിൽ ഉപയോഗിക്കുന്ന ഡിസ്ക് പോലത്തെ സാധനം. അത് നമ്മളെ ഡിസ്ക് ആയിട്ട് കൂട്ടില്ല, കാരണം നടുവിൽ കുറച്ച് വണ്ണം കൂടുതൽ. മുട്ടപ്പത്തിരി കണ്ടിട്ടില്ലേ? നടുവിൽ കുറച്ച് വണ്ണം കൂടുതലാണ്, എഡ്ജിലേക്ക് എത്തുമ്പോൾ വണ്ണം കുറയും, കോൺവെക്സ് ലെൻസ് പോലെ. അത് നമ്മൾ ഡിസ്കിൽ കൂട്ടില്ല. നമ്മളെ ഡിസ്ക് എന്ന് പറഞ്ഞാൽ കട്ടിപ്പത്തിരി, എല്ലാ ഭാഗത്തും ഒരേപോലെ. കോയിൻ ആണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ഇനി നിങ്ങൾ പല സമയത്തും പ്രോബ്ലങ്ങളിൽ ഉപയോഗിക്കുന്ന ആളാണ് ഫ്ലൈ വീൽ എന്ന് പറയും. ഇത് പരീക്ഷയ്ക്ക് പ്രത്യേകം ചോദിക്കുക. ഫ്ലൈ വീൽ എല്ലാ മെഷീനുകളിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്ലൈ വീൽ. ഫ്ലൈ വീൽ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡിസ്ക്. അപ്പൊ എവിടെയെങ്കിലൊക്കെ ഫ്ലൈ വീൽ വെച്ചിട്ട് ഒരു പ്രോബ്ലം വന്നാൽ അത് ഡിസ്ക് ആണ്. അപ്പൊ എന്താണ് ഫ്ലൈ വീൽ എന്ന് വെച്ചാൽ, നല്ല മോട്ടറുകളൊക്കെ ഉള്ള ഗ്രൈൻഡറുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഗ്രൈൻഡറിൽ ഉപയോഗിക്കും. നമ്മളെ ഗ്രൈൻഡറിൽ പൊടിക്കാൻ ഉപയോഗിക്കുന്ന മിക്സർ, അങ്ങനെയുള്ള മിക്സികളിലും ഗ്രൈൻഡറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിസ്കിന്റെ ഷേപ്പിലുള്ള സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈ വീൽ. അത് റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ റൊട്ടേഷനെ നിയന്ത്രിക്കുന്ന, റൊട്ടേഷണൽ ഇനർഷ്യനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിസ്ക് ആണ് ഫ്ലൈ വീൽ. എല്ലാ മോട്ടറുകളിലും ഉണ്ടാവും, തിരിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ഫ്ലൈ വീൽ എന്ന് വെച്ചാൽ ഒരു ഡിസ്ക് പിന്നെ മോട്ടോർ ടു കൺട്രോൾ ദ ഇനർഷ്യ. റൊട്ടേഷണൽ ഇനർഷ്യനായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു ഡിസ്ക് ആണ് ഫ്ലൈ വീൽ. അപ്പൊ ഫ്ലൈ വീൽ എന്നുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഒക്കെ ഡിസ്കിന്റെ ഫോർമുല ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ കം ടു ദ പോയിന്റ്. അപ്പൊ ദിസ് ഈസ് ഉള്ളില് പൊള്ളയല്ലാതെ കാണിക്കാനാണ് ഞാൻ അങ്ങനെ ഷെയ്ഡ് ചെയ്തത്. വീണ്ടും നേരത്തെ പറഞ്ഞത് ഇതിന്റെ ഡെറിവേഷൻ, ആദ്യം പറയുന്ന ആക്സിസ് സെന്റർ ഓഫ് മാസ് ഇതാണ്. ടോട്ടൽ മാസ് ഓഫ് ദ ഡിസ്ക് ക്യാപിറ്റൽ M തന്നെ, ടോട്ടൽ റേഡിയസ് ഈസ് R. ഈ M നേരത്തെ പറഞ്ഞ റിങ്ങിലാവുമ്പോൾ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ കൂടിയിട്ടാണ് ആകെ മാസ്. ഇതിന്റെ ഉള്ളിലൊക്കെ കൂടിയിട്ടുള്ള ആകെ മാസാണ് ക്യാപിറ്റൽ M. നേരത്തെ സർക്കംഫറൻസിൽ മാത്രം അക്യുമുലേറ്റഡ് ആയിരുന്നു. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആക്സിസിനെ നമുക്ക് വിചാരിക്കാം, ആക്സിസ് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. എന്താ നമുക്ക് പേര് AB. ഇത് ഡെറിവേഷൻ ഇല്ല, അതുകൊണ്ട് ഡെറിവേഷൻ പഠിക്കണ്ട. അതായത് ഈ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഈസ് ഫോർമുല
പഠിച്ച കുട്ടിക്ക് എളുപ്പമാണ്. നേരത്തെ പഠിച്ചതിന്റെ നേരെ പകുതി. നേരത്തെ റിങ്ങില് ആ ആക്സിസിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² ആയിരുന്നു. ഇവിടെ അത് mr²/2 ആണ്. നേരത്തെ ഞാനൊരു കാര്യം വിട്ടുപോയി, ഞാൻ ഒന്നുകൂടി അവിടെ തന്നെ തിരിച്ചു പോവാം. ഡയമീറ്ററിനനുസരിച്ചുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക? റിങ്ങിന്റെ കേട്ടാ നേരത്തെ പറയാൻ വിട്ടുപോയത്. റിങ്ങിന്റെ mk² ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏത് ആക്സിസിനനുസരിച്ച്. അത് ഡയമീറ്റർ ആണെങ്കിൽ നമ്മളിപ്പോ നേരത്തെ കണ്ടു mr²/2 ആണ്. അപ്പൊ k കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. mm ക്യാൻസൽ ചെയ്ത് കളയാം. സോ k = r²√6, 2√2. ഓർമ്മയിൽ വെക്കാം. ഡയമീറ്ററിനനുസരിച്ച് റിങ്ങിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് r/√2. എങ്ങനെ കിട്ടി? ഏത് ആക്സിസ് ആണെങ്കിലും mk² ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻ ടേംസ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമുക്ക് ഡയമീറ്ററിനനുസരിച്ച് കിട്ടിയത് mr²/2 ആണ്. ഇക്വേറ്റ് ചെയ്തു. m ക്യാൻസൽ ചെയ്ത് പോയി, മാസ് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ k² = r²/2 എന്നായി. സോ k = r/√2. ഇനി നേരത്തെ പറഞ്ഞ ടാൻജന്റ് ആണെങ്കിൽ അവസാനം പറഞ്ഞ ടാൻജന്റ് അതാണ് കൂടുതൽ പ്രാധാന്യം. അതാണെങ്കിൽ നമുക്ക് വീണ്ടും mk² തന്നെ. എത്ര കിട്ടിയ ഉത്തരം? 3/2 mr² എന്നാണ്. അവസാനം പറഞ്ഞ jk എന്ന് പറഞ്ഞ ആക്സിസിനനുസരിച്ച് ടാൻജന്റിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. വീണ്ടും m ക്യാൻസൽ ചെയ്ത് പോയി. സോ k = നിങ്ങൾക്ക് കിട്ടിയ ഇതിനൊക്കെ റൂട്ട് എടുക്കണം. √3/√2. അപ്പൊ ഞാൻ റൂട്ട് കോമൺ ഫാക്ടർ എടുക്കാനേ. ഇതൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ ഈ റൂട്ട് എല്ലാവർക്കും കൂടി ബാധകമാണെങ്കിൽ വലിയ റൂട്ട് ഇടണം. അപ്പൊ √3/2 എല്ലാവർക്കും ഉണ്ട്. 6 സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ ഇത് ഈ 6 റൂട്ടിന്റെ പുറത്താണ്, പക്ഷെ 3ഉം 2 ഒക്കെ റൂട്ടിന്റെ അകത്താണ്. √3/2 ആണ് മൊമെന്റ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് എനി ടാൻജന്റ് ഫോർ റിംഗ്. ഇത് ഓർമ്മയിൽ വെക്കണേ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇവിടെ നമ്മൾ അതേപോലെ വരികയാണ്. ഈ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നില്ല. ഡിസ്കിന്റെ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ AB എന്ന് പറയുന്ന ആക്സിസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2 നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല. ഡെറിവേഷൻ വേണ്ട, ഫോർമുല ബൈ ഹാർട്ട് പഠിക്കണം. നേരത്തെ നമ്മൾ mr² ഡിറൈവ് ചെയ്തിരുന്നു. അപ്പൊ ഡിറൈവ് ചെയ്യേണ്ട, ഫോർമുല ഓർമ്മിച്ച് വെച്ചാൽ മതി. mr²/2. അപ്പൊ നിങ്ങൾക്ക് വേഗം കണ്ടുപിടിക്കാലോ റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ mk² = mr²/2. നേരത്തെ എഴുതിയ പോലെ k = r/√2. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ ഡിസ്ക് about an axis passing through the center and perpendicular to its plane is r/√2. ഓർമ്മയിൽ വെക്കാം. ഇനി നമ്മൾ ഓരോന്നോരോന്ന് അപ്ലൈ ചെയ്യാൻ പോവാണേ. അപ്പൊ IAB നിങ്ങൾക്ക് അറിയാം. ഇനി ആദ്യം കാണാൻ പോകുന്നത് ഡയമീറ്ററിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഡയമീറ്ററുകൾ രണ്ടെണ്ണം കാണിക്കാം. CD നേരത്തെ കാണിച്ച പോലെ EF. അതേപോലെ തന്നെ ഏത് തിയറം ഉപയോഗിക്കും? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിക്കും. മനസ്സിലാവാത്തവർ ശ്രദ്ധിക്കാം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താണ്? IZ = IX + IY. അതിൽ സെറ്റ് ആക്സിസ് ആരാണ്? പാസിംഗ് ത്രൂ ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പൊ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആരാ? AB. അപ്പൊ IAB എന്ന് എഴുതി. ഓക്കെ. ഈക്വൽ ടു X ആക്സിസിന്റെ സ്ഥാനത്ത് ആ ബോഡിയുടെ പ്ലെയിനിലുള്ള ആക്സിസ് ആണ്, ദാറ്റ് ഈസ് CD ആണ്. സോ ICD പ്ലസ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ ബോഡിയുടെ പ്ലെയിനിലുള്ള ആക്സിസ് Y ആക്സിസിന്റെ സ്ഥാനത്ത് ഇവിടെ അത് EF ആണ്. ഓക്കെ. ICDയും IEFും ഒക്കെ സെയിം ആണ്. എന്തുകൊണ്ട്? ഡിസ്കും ഒരു സിമെട്രിക് ബോഡിയാണ്. അതുകൊണ്ട് എല്ലാ ഡയമീറ്ററിനനുസരിച്ചുള്ള റൊട്ടേഷന്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യകൾ സെയിം ആണ്. അപ്പൊ അതിനെ 2ICD എന്ന് എഴുതാം. എന്താ കാരണം? ICDയും IEFും ഈക്വൽ ആണ്. നേരത്തെ പറഞ്ഞു ഞാൻ അതേ എക്സ്പ്ലനേഷൻ തന്നെ. സിമെട്രിക് ബോഡി ആയതുകൊണ്ട് ഡയമീറ്ററിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യകളൊക്കെ തുല്യമാണ്. സോ ICD is equal to moment of inertia about any diameter is equal to IAB/2. That's equal to mr²/2 divided by 2. So ICD is equal to mr²/4. Important. നേരത്തെ കിട്ടിയതിന്റെ പകുതി. നേരത്തെ പറഞ്ഞ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ പകുതി ആയിരിക്കും ഡയമീറ്ററിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. നേരത്തെ mr²/2 ആയ പോലെ mr²/2 ഇവിടെ എന്തായി മാറി? mr²/4 ആയിട്ട് മാറി. അപ്പൊ ഇത് ഈ ഡയമീറ്ററിനനുസരിച്ച് തിരിയുന്നതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏറ്റവും കുറവ്. അപ്പോഴാണ് ഏറ്റവും തിരിയാൻ സുഖം. നേരത്തെ പറഞ്ഞ പോലെ ഒരു കോയിനെ നിങ്ങൾ ഉരുട്ടി വിട്ടാൽ ആ ഉരുണ്ടു പോകുന്ന ആക്സിസ് ആണ് ഈ ആക്സിസ് AB. ഒരു കോയിനെ നിങ്ങൾ ഉരുട്ടി വിട്ടാൽ ഉരുളുന്ന ആക്സിസ്. അപ്പൊ സാധാരണ റോളിംഗ് ബോഡി എന്ന് പറഞ്ഞാലൊക്കെ ഉപയോഗിക്കുന്ന ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്. അതിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2. ഇത് എപ്പോഴും ഓർമ്മയിൽ വെക്കാം. ഇതൊക്കെ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ റൊട്ടേഷനും അതാണ്. ഒരു ഫ്ലൈ വീലിന്റെ, നേരത്തെ പറഞ്ഞ ഫ്ലൈ വീലിന്റെ അല്ലെങ്കിൽ ഗ്രൈൻഡറിന്റെ സ്റ്റോണിന്റെ, എന്റെ കല്ലിന്റെ, അതൊക്കെ ഡിസ്കുകളാണ്. അതൊക്കെ തിരിയുന്നത് എന്ത് ആക്സിസാ? AB ആണ്. അതായത് ഇങ്ങനെ നമ്മളെ സ്റ്റിയറിംഗ് തിരിയുന്ന പോലെ തന്നെ. സൈക്കിളിന്റെ ചക്രം, ബൈക്കിന്റെ ചക്രം, കാറിന്റെ വീലൊക്കെ നിങ്ങൾക്ക് ഡിസ്ക് ആയിട്ട് എടുക്കാം. കാരണം ഉള്ളു കൊള്ളയല്ല, ഉള്ളിലൊക്കെ നമ്മൾ ഡിസ്കിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സാധാരണ ഇറക്കി കാറിന്റെ വീൽ, ലോറിയുടെ വീൽ എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. അവരൊക്കെ തിരിയുന്ന ആക്സിസ് AB ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2. പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരുവേ. ഓക്കെ. അപ്പൊ ഇനി അതിന്റെ ഡയമീറ്റർ അനുസരിച്ച് തിരിയാണെങ്കിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/4.
4 ആണ്, പകുതിയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആക്സസ് ടാൻജന്റ് എടുക്കുക. ഏത് ടാൻജന്റ് എടുക്കണം? ഒന്ന് ഇതിന് പാരലൽ ആയിട്ട് ഇങ്ങനെയുള്ള ടാൻജന്റിന് എടുക്കാം. പാരലൽ ആണ്, പക്ഷെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അതായത് ഇത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് നമ്മൾ മുമ്പ് കൊടുത്ത തന്നെ ആരായിരുന്നു? ABCDEF GH. സോ IGH ഈക്വൽ ടു, ഞാൻ പാരലൽ ആക്സസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകും. IGH is equal to IAB. പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് ഈ ടാൻജന്റ്. ഇതിന്റെ ടാൻജന്റ് എന്ന് ശരിക്കും പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ പറയും IAB പ്ലസ് MR². MA² എന്നുള്ളതിന് പകരം ഈ രണ്ടാൾക്കാർക്കിടയ്ക്കുള്ള ദൂരം കൊണ്ടും എത്ര തന്നെയാണ്? 6. സോ ആൻസർ ഈസ് IAB എത്രയാ? MR²/2 പ്ലസ് MR². ആൻസർ ഈസ് 3/2 MR². ഏതാണ് സാധനം? Moment of inertia of the disk about an axis passing through the edge and perpendicular to the plane. ഇങ്ങനെയുള്ള ആക്സിസിനനുസരിച്ച് ഈ ഡിസ്ക് തിരിഞ്ഞാൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ 3/2 MR² ബൈ പാരലൽ ആക്സസ് തിയറം. നമുക്ക് ഇവിടുന്ന് ഇയാളുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാം. നേരത്തെ ഡയമീറ്ററിന്റെ വിട്ടുപോയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു MK² ഇക്വേറ്റ് ചെയ്താൽ M ക്യാൻസൽ ചെയ്ത് പോകും. സോ K ഈസ് ഈക്വൽ ടു ഇതിന്റെ റൂട്ട് എടുത്താൽ R/2. നിങ്ങൾ ഇതൊക്കെ ഒപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഓർമ്മയിൽ വെക്കണം. റേഡിയസ് ഓഫ് ഗൈറേഷൻ of the disk about any diameter is R/2. MR²/4 equal to MK² ചെയ്തു, M ക്യാൻസൽ ചെയ്തു, റൂട്ട് എടുത്താൽ K is equal to ഇവിടെ R/2 എന്ന്. ഇവിടുത്തെ R is equal to K is equal to √3/2 R. ഇവിടെ ഇതേപോലെ തന്നെ ഈ ടാൻജന്റ് വ്യത്യാസം ഉണ്ട്. ഈ ടാൻജന്റ് പ്ലെയിനിലാണ്, ഈ ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആക്സിസിലേക്ക് പോവാം. കൺഫ്യൂഷൻ ഒക്കെ ആയിരിക്കാൻ ഞാൻ വീണ്ടും മായ്ച്ചു വരയ്ക്കാം. ഇതുവരെയും പറഞ്ഞതൊന്നും മനസ്സിലാവാത്ത ആൾക്കാർ നന്നായി ശ്രദ്ധിച്ചു. ഡിസ്ക് തന്നെ തിരിയുന്നത് ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ. ഡിസ്ക് തന്നെ തിരിയുന്നത് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എഡ്ജ് കൂടെ പാസ് ചെയ്യണം. ഇൻ ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ. അപ്പൊ ഈ വരച്ച പോലെ തന്നെ ഇങ്ങനെ ഈ ആക്സിസിനനുസരിച്ച് തിരിഞ്ഞാൽ, അപ്പൊ ഈ ആക്സിസിൽ ഈ ടാൻജന്റിന് പാരലാണ് നമ്മുടെ ഡയമീറ്റർ എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഡയമീറ്ററിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് EF ഉം CD ഒക്കെ. തൽക്കാലം ഞാൻ EF എഴുതി. ഇപ്പൊ പുതിയ ആക്സിസ് ടാൻജന്റിന് JK എന്ന് പേര് കൊടുത്ത് ഒരു കണക്കുള്ള ദൂരം റേഡിയസ് തന്നെ ആയിരിക്കും മാറും. സോ നമ്മളുടെ ഫോർമുല പാരലൽ ആക്സസ് തിയറം തന്നെ ഉപയോഗിക്കണം. പാരലൽ ആക്സസ് തിയറം IJK കണ്ടുപിടിക്കണം അല്ലെ. ഈക്വൽ ടു അതിന് പാരലായി സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് EF ഡയമീറ്റർ. സോ IEF പ്ലസ് M മാസ് ഇൻറ്റു ഈ രണ്ട് ആക്സിസുകൾക്കിടയ്ക്കുള്ള ദൂരത്തിന്റെ സ്ക്വയർ. ICD പ്ലസ് MA² എന്നുള്ള ഫോർമുല ഞാൻ എഴുതാൻ ഇങ്ങനത്തെ സ്പീഡിലേക്ക് ആവുക. വാട്ട് ഈസ് IEF? IEF നേരത്തെ കിട്ടിയ ഡയമീറ്ററിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് MR²/4 മാറരുത്, പ്ലസ് MR². ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ 5/4 MR² എന്നാണ്. 1 4 1 4 1 4 എന്ന് പറഞ്ഞാൽ 5/4 MR IJK. അപ്പൊ അബൌട്ട് എനി ടാൻജന്റ്, ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ടാൻജന്റ് പ്ലെയിനിൽ ഉള്ള ടാൻജന്റിനനുസരിച്ച് തിരിഞ്ഞാലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ 5/4 MR². നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. സോ MK² ഈക്വൽ ടു 5/4 MR² ഇക്വേറ്റ് ചെയ്താൽ K is equal to എന്ത് വരും? M ക്യാൻസൽ ചെയ്ത് പോയി, റൂട്ട് ഓഫ് 5/4. ഇത് 4 റൂട്ട് ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ √5/4 √2. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ ഡിസ്ക് അബൌട്ട് എനി ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ. ഇപ്പൊ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. എല്ലാവരുടെയും റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ മനസ്സിലായി. പാരലൽ ആക്സസ് തിയറം പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്യാൻ മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി വീണ്ടും ഞാൻ പറയണം. ഒക്കെ ഞാൻ തന്നെ പറയാം, ഇതൊരു ഞാനാണ്. അടുത്തത് പറയാൻ പോകുന്നത് ആള് സ്ഫിയർ. രണ്ട് തരത്തിലുള്ള സ്ഫിയർ ഉണ്ട്. ആദ്യം ഹോളോ സ്ഫിയർ പറയാം. റിങ്ങും ഡിസ്കും വന്ന പോലെ ഹോളോ സ്ഫിയറും സോളിഡ് സ്ഫിയർ. ഹോളോ സ്ഫിയർ ഇനി ബോർഡിന്റെ മുകളിൽ വരയ്ക്കാനൊന്നും പറ്റില്ല, നിങ്ങൾ സങ്കല്പിച്ചോളണം. ഇതൊരു സ്ഫിയർ ആണ്, പന്താണെന്ന് വിചാരിച്ചോളുക. ഡിസ്ക് അല്ല, 3 ഡയമെൻഷനിലാണ്. അതിന്റെ ഏത് ഡയമീറ്ററിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. ആരാ ഡയമീറ്റർ? സെന്റർ കൂടെ പാസ് ചെയ്യണം, 2 അഞ്ചിലേക്ക് കൂട്ടണം. അപ്പൊ ഇത് ഡയമീറ്റർ ആണ്, ഇത് ഡയമീറ്റർ ആണ്, ഇത് ഡയമീറ്റർ ആണ്, ഇതൊക്കെ സെന്റർ ആണ്, ഇത് ഡയമീറ്റർ ആണ്, ഇത് ഡയമീറ്റർ ആണ്. അപ്പൊ ഇതൊക്കെ ഡയമീറ്റർ ആണ്. ഈ ഡയമീറ്ററിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് വേണമെങ്കിൽ പേര് വിളിക്കാം AB. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതും AB തന്നെയാണ്. അതും കാരണം 3 ഡയമെൻഷനിലല്ലേ. അപ്പൊ എല്ലാം ഡയമീറ്ററിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഫോർമുല IAB is equal to 2/3 MR². ശ്രദ്ധിക്കുക, 2/3 MR². Moment of inertia of the hollow sphere about any diameter is 2/3 MR². പരീക്ഷയ്ക്ക് ചോദിക്കുക, ഇതറിയാമെങ്കിൽ about any tangent
ഇതാണ് ടാൻജന്റ്. വേണമെങ്കിൽ പേര് നമുക്ക് കൊടുക്കാം. നേരത്തെ ടാൻജന്റ് നമ്മൾ പേര് കൊടുത്തിരുന്നതായിരുന്നു JK അല്ലെ. About any tangent JK, what is the moment of inertia of a hollow sphere? ഞാൻ ഫോർമുല എഴുതാണ്. IJK equal to parallel axis theorem അപ്ലൈ ചെയ്യാം. സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന ഇതിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് ആണ് ഡയമീറ്റർ. സോ IAB ഓക്കെ പ്ലസ് ഈ രണ്ട് ആക്സിസുകൾക്ക് ഇടയ്ക്കുള്ള ദൂരമാണ് റേഡിയസ്. സോ MR². That's equal to IAB എത്രയാ? 2/3 MR² പ്ലസ് MR². ഉത്തരം എത്ര വരിക? അടിയിൽ 3, ഇവിടെ 2 വരും, ഇവിടെ ഒരു 3/3 വരും, 5/3 MR². ഓക്കെ, ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇവിടെ നിങ്ങൾക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാം. MK² is equal to 2/3 MR² കൊടുത്താൽ M ക്യാൻസൽ ചെയ്ത് പോവും. സോ K is equal to square root of 2/3. ഡയമീറ്റർ അനുസരിച്ചുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ഹോളോ സ്ഫിയർ ഈസ് √2/3. ഇവിടെയാണെങ്കിലോ ഇവിടെ എന്ത് വരും? K is equal to √5/3 R. ഇതൊക്കെ നിങ്ങൾക്ക് വേഗം കണ്ടുപിടിക്കാം. അപ്പൊ 2/3 MR² വേഗത്ത് പിടിക്കാം അബൌട്ട് എനി ഡയമീറ്റർ. അതിന് പാരലാണ് എല്ലാ ടാൻജന്റുകളും എഡ്ജ് കൂടെ പാസ് ചെയ്യുന്ന ഏത് ആക്സിസും. ഇതായാലും കുഴപ്പമില്ല, ഇതായാലും കുഴപ്പമില്ല, ഒക്കെ എഡ്ജ് കൂടെ പാസ് ചെയ്യുന്ന ഒക്കെ ഡയമീറ്ററിന് പാരലായിരിക്കും. അതുകൊണ്ട് അവരുടെയൊക്കെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ് ഫോർമുല? 5/3 MR² പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്തു. ഇനി അത് ഹോളോ സ്ഫിയർ മാറി എന്തായി മാറി? സോളിഡ് സ്ഫിയർ ആയ. ചിത്രം ഒന്നും മാറ്റി വരയ്ക്കേണ്ട, ഉള്ളില് പൊള്ളയല്ല എന്ന് മാത്രം. അപ്പൊ നമ്മളുടെ ഫോർമുല അബൌട്ട് എനി ഡയമീറ്റർ വീണ്ടും മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും. 2/3 MR²നേക്കാളും കുറവാണ് 2/5 MR². അടിയിൽ ഡിനോമിനേറ്റർ കൂടി, അപ്പൊ ഉത്തരം കുറഞ്ഞു. അപ്പൊ ഹോളോ സ്ഫിയറിനെക്കാളും മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവാണ് സോളിഡ് സ്ഫിയറിന് എന്ന് പറഞ്ഞാൽ അയാൾക്കാണ് തിരിയാൻ വേഗം പറ്റിയാണ്. അപ്പൊ അത് റോൾ ചെയ്യുന്ന സമയത്ത്, അത് ഉരുണ്ടു പോകുന്ന സമയത്ത് അബൌട്ട് എനി ഡയമീറ്റർ മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/5. അപ്പൊ പന്ത് ഉരുട്ടി വിടുമ്പോ, ഒരു പന്ത് ഉരുണ്ടു പോകുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/5 MR². കാരണം ആക്സിസ് എനി ഡയമീറ്റർ ആണ്. സോ ആൻസർ ഈസ് 2/5 MR². മൊമെന്റ് ഓഫ് ഇനർഷ്യ ഹോളോ സ്ഫിയറിനേക്കാൾ കുറഞ്ഞു. അപ്പോ അബൌട്ട് എനി ടാൻജന്റ് ചോദിച്ചാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ IAB പ്ലസ് MR² എഴുതണം. 2/3ക്ക് പകരം 2/5 കൊടുക്കുക. 2/5ഉം ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? ഡിനോമിനേറ്ററിൽ 5 വരും. 5 2 7 അല്ലെ. 7/5 MR². 5/5 MR² എഴുതും. 5 2 7/5 MR². അപ്പോ നമ്മളുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് എനി ടാൻജന്റ് √7/5 ആവും. ഇവിടെയാണെങ്കിലോ ഇവിടെ 2/5 വരുമ്പോ √2/5 ആവും. ഇതൊക്കെ മാറണ്ട. ഇതൊക്കെ നിങ്ങളോട് റേഡിയസ് ഓഫ്, ഒന്നും ബേജാറാവണ്ട, ഞാൻ സ്പീഡ് കൂടുന്നതല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേഗം പറഞ്ഞു പോയി മാത്രം. അപ്പോ ഹോളോ സ്ഫിയറിന്റെയും സോളിഡ് സ്ഫിയറിന്റെയും ഡയമീറ്ററിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യകളും അത് ഉപയോഗിച്ചുകൊണ്ട് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്ത് ടാൻജന്റിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയും കണ്ടുപിടിക്കാൻ അറിയണം. ഇനി വേണ്ട സാധനം ഹോളോ സിലിണ്ടറും സോളിഡ് സിലിണ്ടറും ഒക്കെ ഫോർമുല ബൈഹാർട്ട് പഠിക്കാൻ കൊണ്ടുണ്ട്. ഹോളോ സിലിണ്ടറും ഇങ്ങനെ സിലിണ്ടർ അല്ലെ, ഇതാണ് സിലിണ്ടർ. അത് ഏത് സിലിണ്ടർ ആണെങ്കിലും ഇതാണ് ആക്സിസ് നമ്മൾ പറയും. ഇതാണ് ഇപ്പൊ നമ്മളുടെ AB. പാസിംഗ് ത്രൂ നിങ്ങളുടെ ചോക്ക്, ഞാൻ ഈ പേന ഒരു സിലിണ്ടറാണ്, ഇത് സോളിഡ് സിലിണ്ടർ ആണെന്ന് നോക്കാം. ഇതിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യണം, ഈ രണ്ട് എൻഡിന്റെയും സെന്റർ കൂടെ പാസ് ചെയ്യുന്ന ഈ ലൈൻ. അപ്പൊ ഞാൻ ഈ വിരൽ വെച്ചില്ലേ, ഈ വിരൽ വെച്ചതാണ് ഇപ്പൊ പറഞ്ഞ ആക്സിസ്. ഇങ്ങനെ ഇതേപോലെ ഇങ്ങോട്ടും സെന്റർ കൂടെ പാസ് ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ രണ്ട് എൻഡുകൾക്കും പെർപെൻഡിക്കുലർ ആണ്. രണ്ട് എൻഡ് ഫേസുകൾക്കും പെർപെൻഡിക്കുലർ, എന്നാൽ രണ്ട് എൻഡ് ഫേസുകൾക്ക് സെന്റർ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് AB എങ്കിൽ, ഹോളോ ആണെങ്കിൽ, ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഫോർമുല IAB is equal to about any axis passing through the centers of the two end face. രണ്ട് എൻഡ് ഫേസുകൾക്ക് സെന്ററുകൾക്ക് പാസ് ചെയ്യുന്ന ആക്സിസ് ഈസ് ഈക്വൽ ടു ഫോർമുല ജസ്റ്റ് ലൈക്ക് റിംഗ് ആണ് MR². കാരണം രണ്ട് എൻഡിലും ഓരോ റിംഗ് ഇരിക്കുന്ന പോലെ സങ്കല്പിക്കുക MR². റിംഗിന്റെ അതേ ഫോർമുല. അതേ സമയത്ത് സോളിഡ് ആണെങ്കിൽ, ഈ പേന അല്ലെങ്കിൽ ചോക്ക് അങ്ങനത്തെ സിലിണ്ടർ ആണെങ്കിൽ IAB is equal to just like ഡിസ്ക്. ഡിസ്കിന്റെ ആദ്യത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരുന്നു? MR²/2. അപ്പൊ ഹോളോ സിലിണ്ടറിനെക്കാളും മൊമെന്റ് ഓഫ് ഇനർഷ്യ പകുതി ആയിരിക്കും സോളിഡ് സിലിണ്ടറിന്റെ. ഫോർമുലകൾ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇവര് തിരിയുന്ന കേസുകളിൽ പ്രോബ്ലങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറഞ്ഞാൽ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് റിംഗ് ആൻഡ് ഡിസ്ക്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ. അപ്പൊ ഇതിന്റെയൊക്കെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഒരാളുടെയും കൂടിയാണ് നമുക്ക് പ്രോബ്ലങ്ങളിൽ പരീക്ഷിച്ച് ചോദിക്കുക. ദാറ്റ് ഈസ് എ റിജിഡ് റോഡ്. ഒരു വടി, പരീക്ഷയ്ക്ക് തന്നെ വാക്ക് ഉപയോഗിക്കുക, റിജിഡ് ദണ്ട് റോഡ്, റിജിഡ് റോഡ്. അതിന്റെ ലെങ്ത് എല്ലാം, മൊത്തം നീളം എല്ലാം. അതിന്റെ സെന്റർ ഓഫ് എല്ലാ ഭാഗത്തും മാസം ഒരേപോലെ നമ്മളെ സ്കെയിൽ മീറ്റർ സ്കെയിലിനെ വിചാരിക്കാം. അപ്പൊ മീറ്റർ സ്കെയിൽ എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ചോദിച്ചാൽ മീറ്റർ സ്കെയിൽ ഈസ് ലൈക്ക് എ റിജിഡ് റോഡ്. എല്ലാ ഭാഗത്തും ഒരേപോലെ മാസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു ദണ്ട്. ആ
അതിന്റെ ലെങ്ത് ആണ് L, 1 മീറ്റർ ആണ് മീറ്റർ സ്കെയിൽ. ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്റർ ലെങ്ത് പാസ് ചെയ്യുന്ന, എന്നാൽ അതിന്റെ നീളത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് പേര് കൊടുക്കാം നമുക്ക് AB. പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. അപ്പൊ ഇതും ആവാം ഇതും ആവാം. ഇതും നീളത്തിന് പെർപെൻഡിക്കുലർ ആണ്, ഇതും നീളത്തിന് പെർപെൻഡിക്കുലർ. രണ്ടെണ്ണം നമ്മളെ സംബന്ധിച്ചിടത്തോളം AB തന്നെയാണ്. ഇതും ശരിയാണ്, ഇതും ശരിയാണ്. രണ്ട് ആക്സിസിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല ഡെറിവേഷൻ ഒന്നുമില്ല, ബൈ ഹാർട്ട് പഠിച്ചോണം, പരീക്ഷയ്ക്ക് തരുന്നത് mL²/12. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിജിഡ് റോഡ്, അതായത് ഒരു മീറ്റർ സ്കെയില്, പാസിംഗ് ത്രൂ ദ സെന്റർ, അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് എന്നേ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, ചിത്രം വരച്ച പോലെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, ഡോട്ട് ഇട്ട് വരച്ചാലും കുഴപ്പമില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുക ഇതിന്റെ ഒരു എഡ്ജ് കൂടെ പാസ് ചെയ്യും, അതാണ് CD. പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്, നീളത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു എഡ്ജ് കൂടെ പാസ് ചെയ്യും. അപ്പൊ സെന്ററിന് എഡ്ജിലേക്കുള്ള ദൂരം എത്രയാവും? L/2. ഇവിടെയാണെങ്കിൽ ഇതും L/2. ഈ ആക്സിസിനനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ നിങ്ങൾ ഏത് തിയറം ഉപയോഗിക്കും? ഇതിന് പാരലായി സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മളെ ഫോർമുല ICD = IAB, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടാ, പ്ലസ് MA². ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് IAB നിങ്ങൾക്ക് അറിയാം, mL²/12 പ്ലസ് M × A² സ്ഥാനത്ത് ഇവിടെ A ന്റെ സ്ഥാനത്ത് എത്രയും രണ്ട് ആക്സിസുകൾ കിടക്കുന്ന ദൂരം, നടുവിൽ നിന്ന് എഡ്ജിലേക്കുള്ള ദൂരം ലെങ്ത്തിന്റെ പകുതി, ദാറ്റ് ഈസ് L/2 ഹോൾ സ്ക്വയർ. ഇതൊക്കെ തെറ്റിക്കരുത്. സോ ആൻസർ ഈസ് ICD = IABയുടെ സ്ഥാനത്ത് mL²/12 പ്ലസ് ഇതിവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ mL²/4 വരും. ദാറ്റ്സ് ഈക്വൽ ടു 12 നിങ്ങൾ കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തോ. അപ്പൊ ഇവിടെ mL² ആണ് അറിയാലോ, പ്ലസ് ഇവിടെ 4 12 ആവാൻ 3 കൊണ്ട് വിളിക്കണം, അപ്പൊ 3 mL². ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 4 mL²/12. ആൻസർ ഈസ് mL²/3. പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ച ചോദ്യമാണ്. പാസിംഗ് ത്രൂ വൺ എഡ്ജ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് ഈസ് പാരലൽ ആക്സിസ് തിയറം പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തു, mL²/3. ഇതിന്റെയൊക്കെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാൻ പറയും. ഇവിടുന്ന് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടാൽ K = L/√12, mK² ഇക്വേറ്റ് ചെയ്താണ്. ഇവിടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടാൽ K = L/√3. ഇത്രയും വേഗം നിങ്ങൾക്ക് എളുപ്പം mK² ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. അപ്പൊ ഇതും കൂടി പറഞ്ഞാൽ നിങ്ങൾ പാരലൽ ആക്സിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയി. ഈ ഫോർമുലകളൊക്കെ എങ്ങനെ കിട്ടി, പറ്റേണ്ട ബൈഹാർട്ട് പഠിക്കേണ്ട സാധനങ്ങളൊക്കെ ബൈഹാർട്ട് പഠിക്കുക, അതിന് ആപ്ലിക്കേഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട സാധനങ്ങളെ എഴുതി പഠിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യയായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റിനും നമുക്ക് ആൻസർ ചെയ്യാം. പ്രോബ്ലങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ടാവുള്ളൂ, കറക്റ്റ് യൂണിറ്റിൽ കൊടുക്കുക, മാസൊക്കെ കിലോഗ്രാമിലാക്കി കൊടുക്കുക, ലെങ്ത് റേഡിയസ് മുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നാൽ അത് മീറ്ററിലാക്കിയിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ചോദിച്ചാലും കിട്ടും. ഇനി ഇപ്പൊ പഠിച്ച ഫോർമുലകളൊക്കെ ഞാൻ ഒന്നിച്ചിട്ട് എഴുതാൻ പോവാണ്. ഒറ്റ ഫോർമുല വെച്ചിട്ട് എഴുതുള്ളൂ. ആദ്യം പഠിച്ച മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുലകൾ, അതായത് റിങ്, ഡിസ്ക്, ഹോളോസ്ഫിയർ, സോളിഡ് സ്ഫിയർ, ഹോളോ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ, റോഡ് പോട്ടെ, റോഡ് ഉരുളുന്ന ആളല്ലല്ലോ, മറ്റവരൊക്കെ തിരിയുന്ന ആൾക്കാർ, ഉരുണ്ട് പോരുന്ന ആൾക്കാർ. അപ്പൊ റോൾ ചെയ്യുന്ന സമയത്ത്, ഉരുട്ടി വിടുന്ന സമയത്ത് ഇവരുടെയൊക്കെ ആക്സിസ് ആദ്യം പറഞ്ഞ AB എന്ന് പറയുന്ന ആക്സിസ് ആണ്. അപ്പൊ ഓരോരുത്തരുടെ ഞാൻ എഴുതുകയാണ്. ആദ്യം റിങ് ആണെങ്കിൽ അതെങ്ങനെയാണ് ഹോളോ സിലിണ്ടറും, അല്ലെ, രണ്ടെണ്ണം ഒരേപോലെയാണോ? റിങ്ങിനും ഹോളോ സിലിണ്ടറിനും ഹാർട്ട് പഠിച്ചോളുക. റോൾ ചെയ്യുകയാണെങ്കിൽ, ഉരുണ്ട് പോവുകയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ്, അപ്പൊ അത് AB ആയിരിക്കും, mR². ഓർമ്മയിലേക്ക്. ഇനി ഡിസ്ക്, അതുപോലെ തന്നെ സോളിഡ് സിലിണ്ടർ, ഇവർ രണ്ടാൾക്കാരും ഒരേ ഒരേപോലെയാണ് നമുക്ക്. ഇവരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ റോൾ ചെയ്യുകയാണെങ്കിൽ ABക്ക് അനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നേരത്തെ പറഞ്ഞതിന്റെ പകുതിയാണ്, mR²/2 ആണ്. ഇനി ഹോളോസ്ഫിയർ ആണ്, ഹോളോസ്ഫിയർ, ഈ ഫോർമുലകൾ നിർബന്ധമായിട്ട് ഓർമ്മിക്കും. നേരത്തെ പറഞ്ഞ ഡയമീറ്റർ അനുസരിച്ചാണ് തിരിയുമ്പോൾ ആക്സിസ്. ഫോർമുല എത്രയാ? 2/3 mR². ഓക്കെ, ഏറ്റവും അവസാനം ഞാൻ സോളിഡ് സ്ഫിയറിനെ കൂടി എഴുതും. സോളിഡ് സ്ഫിയർ മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/5 mR². ഓക്കെ, ഇതിനെ ഒന്നും കൂടി മനസ്സിലാക്കാൻ എഴുതാൻ mR². ഇതെത്രയാ? 0.5 mR². ഞാൻ ആ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണോ കുറവാണോ നോക്കാൻ, ഇതിന്റെ പകുതി 0.5 mR². ഇതെത്രയാ? 2/3 എന്ന് പറഞ്ഞാൽ 3 6 18 അല്ലെ, 0.67 mR². ഓക്കെ, അപ്പൊ ഇതിനേക്കാൾ കൂടുതലാണ്. അത് മനസ്സിലാവാനാണ് 2/3 എങ്ങനെ എഴുതിയത്. 3 6 18, ബാക്കി 10 ഉണ്ട്, അങ്ങനെ പോയി എപ്പോഴും അങ്ങനെ പോകും. 3 18 20 3 18 3 0.6666 0.67 mR². അപ്പൊ ഇതിനേക്കാളും വലുതാണിത്. ഇയാൾ എത്രയാ? 0.5 20 0.4 അല്ലെ, 0.4 mR². ഇങ്ങനെ എഴുതുമ്പോൾ മനസ്സിലാവാനാണ്. അപ്പൊ ഏറ്റവും മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവാരാ? നോക്കൂ, 0.4 mR² ആണ് ഇതിന് ഏറ്റവും കുറവ്. ഇതിനേക്കാളും കുറവല്ലേ? അപ്പൊ സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ഏറ്റവും കുറവ്.
പിന്നെ 0.5 mr² ഉള്ള ഡിസ്കും സോളിഡ് സിലിണ്ടറും, പിന്നെ 0.67 mr² ഉള്ള ഹോളോ സ്ഫിയർ. ഏറ്റവും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ റിങ്ങിനും ഹോളോ സിലിണ്ടറും. അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിന്റെ മുകളിൽ നിന്ന്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം നന്നായി ശ്രദ്ധിക്കുക. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിന്റെ മുകളിൽ നിന്ന്, ഒരു ചെരിവ് തലത്തിന്റെ മുകളിൽ നിന്ന് ഒരേ മാസും ഒരേ റേഡിയസും, ഇവരുടെയൊക്കെ മാസും റേഡിയസും സെയിം ആണ് കേട്ടോ, എല്ലാവരും എമ്മും ആറും സെയിം ആണ്. ഒരേ മാസും ഒരേ റേഡിയസുമുള്ള റിങ്, ഹോളോ സിലിണ്ടർ, ഡിസ്ക്, സോളിഡ് സിലിണ്ടർ, ഹോളോ സ്ഫിയർ, സോളിഡ് സ്ഫിയർ എന്നിവരെ ഉരുട്ടി വിട്ടു. ഒരേ ഉയരത്തുനിന്ന് ഒരേ മാസം റേഡിയസ് ഉള്ള ഇതേ ആൾക്കാരൊക്കെ ഒരേ സമയത്ത് ഉരുട്ടി താഴത്തേക്ക്, ഒരേ സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് ഉരുട്ടി. താഴത്ത് ആദ്യം എത്തുന്നവർ ആര്, അവസാനം എത്തുന്നത് ആര്, അതിന്റെ ഓർഡറിൽ പറയാം. അപ്പൊ ആർക്കാണ് ഏറ്റവും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞ ആള്, അയാളാണ് നന്നായിട്ട് റോൾ ചെയ്യുക. കാരണം ഇനേർഷ്യ കുറഞ്ഞാൽ റൊട്ടേഷൻ മോഷൻ കൂടുതലാവും. അപ്പൊ വേഗത്തിൽ തിരിയാൻ പറ്റുന്ന ആള്, നമ്മൾ പറഞ്ഞ തടിയനാണോ മെലിഞ്ഞ ആളാണോ കൂടുതൽ ആദ്യം ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ മെലിഞ്ഞ ആളാന്ന് പറഞ്ഞു. എന്താ കാരണം? മാസ് കുറഞ്ഞാൽ ഇനേർഷ്യ കുറയും, അതുകൊണ്ട് മെലിഞ്ഞ ആൾക്ക് വേഗത്തിൽ ഓടാൻ പറ്റും, വേഗത്തിൽ മാറാൻ പറ്റും. അതേപോലെ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞ ആൾക്കാണ് ഏറ്റവും വേഗത്തിൽ തിരിയാൻ പറ്റുക, വേഗം താഴത്തേക്ക് എത്തുക. അപ്പൊ ഏറ്റവും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞ സോളിഡ് സ്ഫിയർ ആണ് ആ ഇൻക്ലൈൻഡ് പ്ലെയിന്റെ ബോട്ടത്തിൽ ആദ്യം എത്തുക. മനസ്സിലായല്ലോ? രണ്ടാമതെത്തുകയായിരിക്കും പിന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ്. ഈ 0.4 കുറച്ച് കൂടുതലുള്ള ആൾ 0.5 ആണ്. അതായത് ഡിസ്കും സോളിഡ് സിലിണ്ടറും രണ്ടാം സ്ഥാനം കിട്ടും. ഒന്നാം സ്ഥാനം സോളിഡ് സ്ഫിയർ, രണ്ടാം സ്ഥാനം ഡിസ്കിനും സോളിഡ് സിലിണ്ടറും. ഓക്കെ, മൂന്നാം സ്ഥാനം ഇനി ഇതിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ് 0.67 അല്ലെ, ഹോളോ സ്ഫിയർ. അപ്പൊ മൂന്നാം സ്ഥാനത്തെത്തുക ഉള്ളു പൊള്ളയായ പന്തായിരിക്കും, ഹോളോ സ്ഫിയർ. ഏറ്റവും അവസാനത്തുക മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏറ്റവും കൂടുതലാണ്, ഒരേ mr² ആണ്, ഇതിനേക്കാളൊക്കെ കൂടുതലാണ്, ദാറ്റ് ഈസ് റിങ്ങും ഹോളോ സിലിണ്ടറും. അപ്പൊ ഏറ്റവും അവസാനം എത്തുന്നത് റിങ്ങും ഹോളോ സിലിണ്ടറും, അതിനേക്കാൾ തൊട്ട് മുമ്പ് എത്തുന്നത് ഹോളോ സ്ഫിയർ, അതിനേക്കാൾ മുമ്പ് എത്തുന്നത് ഡിസ്കും സോളിഡ് സിലിണ്ടറും, ഏറ്റവും ആദ്യം താഴത്തെത്തുന്ന ആള് സോളിഡ് സ്ഫിയർ. ഓട്ടത്തിലെ ഫസ്റ്റ് സോളിഡ് സ്ഫിയർ, ഏറ്റവും ലാസ്റ്റ് ഹോളോ സിലിണ്ടറും റിങ്ങും. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അറിയാനുള്ള കാരണം ഇപ്പൊ നമുക്ക് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യകളെ കുറിച്ചുള്ള ധാരണയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരൊറ്റ പാക്കേജിൽ ഞാൻ പറഞ്ഞത്. ഇതിൽ നിന്ന് ഒരു 5 മാർക്കിൽ കുറയാത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. പാരലൽ ആക്സസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സസ് തിയറം, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, റിങ്, ഡിസ്ക്, സ്ഫിയർ, സിലിണ്ടർ, റോഡ്, ഇവിടെയൊക്കെ നിങ്ങൾ പല ആക്സസിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ തിയറങ്ങൾ ഏത് അപ്ലൈ ചെയ്യും, എങ്ങനെ അപ്ലൈ ചെയ്യും, അതിന്റെയൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്തുക. ഇതെല്ലാം പുസ്തകത്തിൽ വൃത്തിയായിട്ട് എഴുതിയിട്ട് ഇപ്പൊ ഈ ക്ലാസ്സിൽ കേട്ട കുട്ടിക്ക് പുസ്തകം തുറക്കാതെ എഴുതാൻ പറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വിളിക്കുക. ഇതിൽ നിന്ന് എന്താണ് പ്രോബ്ലം ചോദിക്കാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പ്രോബ്ലം റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാൻ പറയുക. അപ്പൊ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പൊ ആ ലെങ്ത് തന്നിട്ടുണ്ടാവും. ഇപ്പൊ വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദിസ് റിജിഡ് റോഡ് ഓഫ് ലെങ്ത് ഇത്ര 1 മീറ്റർ സ്കെയിലാണ്. അതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്, എ ബിക്ക് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ L/√12, ലെങ്ത് 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ/√12 എന്ന് എഴുതുന്ന ഉത്തരം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ വേണ്ടൂ ഈ ഫോർമുലകൾ അറിയുന്ന കുട്ടിക്ക്. ഇതിന്റെ അപ്ലിക്കേഷൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നുള്ളൂ. അതാണ് അടുത്ത ക്ലാസ്സിൽ. ഇതിനേക്കാളും പ്രാധാന്യമാണ് ആംഗുലാർ മൊമെന്റം, ടോർക്ക്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, റോളിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി. ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് ഇതിന്റെ പ്രോബ്ലങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതും ഇതേപോലെ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യനൊക്കെ അവിടെ അപ്ലൈ ചെയ്യാണ്ട്, നേരത്തെ പറഞ്ഞ ആംഗുലാർ വെലോസിറ്റിനൊക്കെ അവിടെ അപ്ലൈ ചെയ്യാണ്ട് നമുക്ക് അതിന്റെ ഫോർമുലകളിലേക്ക് പോകാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. Any doubts regarding this inertia? എന്തെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ? ഒന്നുമില്ലേ? എന്നാൽ ഞാൻ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നതിനെ തെളിയിക്കുന്ന അവസാനത്തെ ശബ്ദ പ്രകടനം നടത്തിക്കോ. താങ്ക് യു. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ്.